ഓക്കെ, നമസ്കാരം. ഇന്നത്തെ മലയാളം സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ 1687 ദിവസമാണ്. 1686 ദിവസമായിട്ട് നമ്മൾ നിർത്താതെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയാണ് നമ്മുടെ ഈ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ വെബ് പരമ്പര. ഇതില് നമ്മളോട് ജോയിൻ ചെയ്യുന്നവർക്കും ക്ലാസ് എടുക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും വിഷുദിനാശംസകൾ. ഇന്ന് നമ്മൾ എല്ലാവരും വിഷു സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും എല്ലാവർക്കും വിഷുദിനാശംസകൾ. നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ തന്നെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. അപ്പൊ നമസ്കാരം. വീണ്ടും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇതിലാരെങ്കിലും ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കൂടെ നമ്മുടെ വീഡിയോസ് എല്ലാം അന്നന്ന് തന്നെ കാണാവുന്നതാണ്. യൂട്യൂബ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അതിൽ കമൻ്റ് ആയിട്ട് ഇടുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. കാരണം നിങ്ങൾക്കും അത് ബെനിഫിറ്റ് ആകും, അത് അയച്ചു കൊടുക്കുന്നവർക്കും ബെനിഫിറ്റ് ആകും. നമ്മൾ എല്ലാവരും വിൻ വിൻ ആണ്. നമുക്കും ജയിക്കാം, മറ്റുള്ളവർക്കും ജയിക്കാം, ഒരുമിച്ച് നമുക്കും മുന്നേറാം എന്നുള്ള ഒരിതാണ്. അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ മഷ്ഹൂദ് ആണ്. അദ്ദേഹം 30 വർഷത്തെ ചികിത്സാ അനുഭവമുള്ള ആളാണ്. അദ്ദേഹം 2 പുസ്തകങ്ങൾ രചിച്ചിട്ടും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അപ്പോ അദ്ദേഹം ശരിക്കും ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് BHMS ഹോമിയോപ്പതിയിൽ അഡ്മിഷൻ കിട്ടുകയും അദ്ദേഹം ഹോമിയോപ്പതിക് ഡോക്ടർ ആകുകയും പിന്നീട് അതിനുശേഷം ഒരുപാട് റിസർച്ച്, അതായത് ചെടികളും ഹോമിയോപ്പതിയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങളിൽ റിസർച്ച് നടത്തുകയും അദ്ദേഹം ട്യൂട്ടറായിട്ട് ഫോറൻസിക് മെഡിസിനിൽ വർക്ക് ചെയ്യുകയും 12 വർഷം ഇടുക്കി ജില്ലയിൽ ആയുഷ് ഹോമിയോ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ചു. ശരീരമൂലകങ്ങൾ എന്ന പുസ്തകവും പിന്നെ അൺവീൽഡ് മൈക്രോ സീക്രട്ട് ഓഫ് ഹോമിയോപ്പതി എന്ന പുസ്തകവുമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരുപാട് നോളജും റിസർച്ച് അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സർ, അങ്ങേക്ക് സ്വാഗതം. പ്ലീസ് സർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ കേട്ടോ. സാറിന് തന്നെ അൺമ്യൂട്ട് ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യാം, എല്ലാം ചെയ്യാം. ഹോസ്റ്റ് ആണ്. കേൾക്കാം. കേൾക്കാം. IFPHന്റെ ഫോറത്തില് ഇപ്പോ ഉള്ള ബഹുമാന്യരായ ഡോക്ടേഴ്സ്, മറ്റ് അംഗങ്ങൾ, അഭിമന്യരായ എന്നെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ച എൻ്റെ അധ്യാപകർ, ഗുരു പരമായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും ഈ അവസരത്തില് ഈ നമ്മുടെ മുൻ പ്രിൻസിപ്പാളും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനുമായിരുന്ന, വളരെ കുറച്ചു കാലം മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ എങ്കിലും എൻ്റെ ഇന്ന് പറയുന്ന ഈ ക്ലാസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും എന്നെ കൂടുതലായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തിയായ ഡോക്ടർ ലത്തീഫ് സാറിന്റെ ആ സ്മരണയ്ക്ക് മുമ്പിലും വണങ്ങിക്കൊണ്ട് ഞാൻ ഈ ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് നമ്മുടെ സ്പോൺസർ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എങ്കിലും ഇത് വളരെ കൂടുതലായിട്ടൊന്നും നമ്മുടെ ഫോറത്തിലോ ഡോക്ടേഴ്സിന്റെ ഇടയിലോ ഇതൊന്നും അധികമായിട്ട് പറഞ്ഞു കേൾക്കാനോ അല്ലെങ്കിൽ കാണിക്കാനോ ഒന്നുമുള്ള അവസരങ്ങൾ ഉണ്ടായില്ല. തിരക്കായിരുന്നു. പിന്നെ ഒരുപാട് വർഷങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടു പോയ കൂട്ടത്തിലുമാണ്. എനിവേ, ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സസ്യങ്ങളിൽ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഹോമിയോപ്പതി നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഇപ്പോ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമുക്ക് എല്ലാം ഒന്നും ഇന്ന് പറയുന്നില്ല. ഞാൻ ഈ ജനറലായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പൊതുവായിട്ട് കുറച്ച് പോയിന്റ്സ് മാത്രം ഇങ്ങനെ പറഞ്ഞു പോകാം. കുറച്ച് പകുതി കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് എടുത്ത് പറയാം. വളരെ കുറച്ച് മാത്രമേ ഇന്ന് പറയാൻ കഴിയൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോ നമ്മുടെ സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഔഷധങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ലത്തീഫ് സാറിന്റെ വലിയൊരു ശ്രമമാണ്. അദ്ദേഹം മുമ്പ് മനോജ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വലിയൊരു ഫോറം നമുക്ക് വേണ്ടി തുറന്നു നിൽക്കണം അദ്ദേഹം നിർവ്വഹണം ചെയ്തത് എന്നൊരിക്കൽ പറയുണ്ടായി. എന്റെ അഭിപ്രായത്തിൽ 2000-ല്
ഞാൻ ഈ ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ പോയപ്പോൾ സാർ പ്രിൻസിപ്പൾ ആയിരുന്നു. അദ്ദേഹത്തിന് അന്ന് തന്നെ എന്നെ കണ്ട മാത്രമേ തന്നെ ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം അഗ്രോ കെയറിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു. അന്ന് വൈകുന്നേരം തന്നെ എന്റെ ആകാംക്ഷ വളരെ കൂടുതലാവുകയും ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ഔഷധം വാങ്ങുകയും വന്നിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ അതിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് എന്റെ പരീക്ഷകൾ ആദ്യം തുടങ്ങുകയും ചെയ്തു. ഇത് എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സമയം 11 മണി വരെ ഉറങ്ങി. എനിക്ക് ആ ജോലി ഒക്കെ നഷ്ടപ്പെട്ടു. പ്രൈവറ്റ് പ്രാക്ടീസ് കുറച്ചുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്ന ആ ഒരു സമയത്ത് എന്റെ ഓരോ സമയവും എന്റെ ഓരോ മണിക്കൂറും വളരെ വിലയുള്ളതാക്കി തീർക്കാൻ എന്നെ സഹായിച്ച ഒരു ഒരു പരിപാടിയായിട്ട് തന്നെ പറയാം ഈ അഗ്രോ കെയർ അല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങൾ എന്ന് പറയാം. ഇപ്പൊ 8/8/2000 ഞാൻ ഈ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഈ ഒരു ഔഷധം വാങ്ങുന്നത്. അതിനുശേഷം 2004 ആണ് ഞാൻ ഹോമിയോ കോളേജിൽ ട്യൂട്ടറായിട്ടൊക്കെ പോകുമ്പോൾ ഇതിന്റെ തീവ്രമായ പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിന്നെ ഒരിക്കൽ അവിടെ വന്നപ്പോഴും ഞാനിത് കാണിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് അല്പസമയങ്ങളിൽ മാത്രം അവസരം കിട്ടുമ്പോൾ ഇത് പറഞ്ഞിരുന്നു. ഞാൻ കൂടുതലും സ്വാർത്ഥമായിട്ട് എന്റെ പരീക്ഷണങ്ങളിൽ കൊണ്ടുപോകാനാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചത് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഈ അഗ്രോ കെയർ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ഞാൻ അത് ഈ ഒന്ന് രണ്ട് ചെടികൾക്ക് ഉപയോഗിക്കുകയും അതിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഔഷധം എന്നല്ല, മറിച്ച് പ്രത്യേകിച്ചും ഞാൻ സൈലീഷ്യ എന്ന് പറയുന്ന ഒരു മരുന്ന് നേരിട്ട് തന്നെ മരുന്നിലേക്ക് കിടക്കുകയും സംസാരിക്കുകയും ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈലീഷ്യ എന്ന് പറയുന്ന ഒരു മരുന്ന് അപ്ലൈ ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിപ്പോ എന്തെങ്കിലും ഒരു മാറ്റം ഇതിനകത്ത് ഉണ്ടാകുമല്ലോ, അസിമിലേറ്ററി പവർ ഇങ്ങനെ ഉണ്ടാകും എന്ന് ഞാൻ വായിച്ചു. കുറെ നാളുകൾക്ക് മനസ്സിൽ ഇങ്ങനെ വായിച്ചതിന് ശേഷമാണ് ഞാൻ തനിയെ കണ്ടെത്തിയ ഒരു ആദ്യത്തെ മെഡിസിൻ അസിമിലേഷൻ പവർ സൈലീഷ്യക്ക് മാത്രമാണ് പൊതുവെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ സസ്യങ്ങൾക്ക് സൈലീഷ്യ എന്ന് പറയുന്ന മരുന്ന് 200 ആവർത്തി കൊടുത്തത്. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് ഈ സൈലീഷ്യ മെഡിസിൻ അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് കാണാൻ കഴിഞ്ഞത് വളരെ നീളത്തിൽ ഈ തണ്ടിന്റെ, അതായത് പടവലത്തിന്റെ എല്ലാം തണ്ടിന്റെ നീളം ഇങ്ങനെ കൂടി വരുന്നത് ആയിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോ ഇതാണ് ആദ്യം ഞാൻ കണ്ട ഒരു ഒബ്സർവേഷൻ. അതിനുശേഷം ഞാൻ സാധാരണ നിലയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ മരുന്നുകളായിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാമെന്ന് ഇരിക്കും. അപ്പോൾ ഞാൻ അടുത്ത എൻ്റെ ഒരു വാഴയുടെ മൂട്ടില് കാലിഫോസ്, കാലിസൾഫ് ഇതിങ്ങനെ ബയോകെമിക്കലുകൾ 2 എടുത്ത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അത് 4 ടാബ്ലറ്റിന് 1 ഔൺസ് വെള്ളത്തിൽ നല്ലവണ്ണം എടുത്തിട്ട് സക്കസ് ചെയ്ത് ചുറ്റും വാഴയുടെ കുറച്ച് വലിയ വാഴയുടെ മൂട്ടിലെ കുറച്ച് ദൂരത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല, വാഴയുടെ മൂട് വളരെ ദൂരെയായിരുന്നു കേട്ടോ, അതിന്റെ ഭാഗത്തേക്ക് ആ സൈഡിലേക്ക് കുറച്ച് പുതിയ റൂട്ടുകൾ വരുന്നത് കാണാൻ കഴിയും. അത് വളരെ സെൻസിറ്റീവായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേരുകളെ ഇങ്ങനെ ഈ മരുന്നിന്റെ ഗന്ധത്തിനാണോ അതിനോടുള്ള സെൻസിറ്റിവിറ്റി ഏത് തരത്തിലാണ് അതിന്റെ ട്രാൻസ്മിഷൻ നടന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ പേര് കാണാൻ കഴിഞ്ഞു. ഇനി എനിക്ക് വളരെയേറെ പ്രധാനപ്പെട്ട പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ അഗ്രോ കെയർ കിട്ടുന്നതിന് മുമ്പ് 86-90 കാലഘട്ടങ്ങളിൽ ഞാൻ ഈ ബീജൈൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഡൽഹിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന, നമ്മുടെ ആകെക്കൂടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സപ്ലിമെന്റ്, ഒരു പ്രിന്റേഴ്സാണ്, പബ്ലിഷേഴ്സാണ്. നമ്മുടെ പുസ്തകങ്ങളെല്ലാം തന്നെ അവരില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇതുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു മാഗസിൻ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാസം വെച്ചിട്ട് ഈ മാഗസിൻ ഞാൻ ആ ഹോമിയോ കോളേജിൽ ചെന്ന കാലം മുതലേ വരുത്തി വായിക്കുമായിരുന്നു. അങ്ങനെ 86-90 ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഋത്തിക് സാറ് തന്നെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് ഓർമ്മയിൽ പിന്നെ തിരിച്ചു കൊണ്ടുവന്നത്. അതായത് ഒരു ആർട്ടിക്കിള് ആ 86-90 ഇടയ്ക്കുള്ള ഒരു മാഗസിൻ എന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മിക്കുന്നില്ല. ഞാനത് വീട്ടിൽ വെച്ചിരുന്നു, കുറെ നാൾ കഴിഞ്ഞ് അത് കാണാനും പറ്റിയില്ല. പക്ഷെ എന്റെ ഓർമ്മയിലുണ്ട്, വേറെ റഫായിട്ട് 2 സ്കെച്ച് ഇങ്ങനെ വരച്ചു, ഒരു വേരിന്റെ സ്കെച്ച് വരച്ചിട്ട് തൂജ റൂട്ട്സില് വെള്ളത്തില് സൂചയുടെ സൊല്യൂഷനിൽ ഈ വേരിട്ടപ്പോ വേര് ഇങ്ങനെ വളർന്നു വന്നതിനെ കുറിച്ചുള്ള ഒരു കൊടുത്തിരുന്നത്. ആ ഹെറിറ്റേജിന്റെ മാഗസിൻ ഇതുവരെ പിന്നെ തപ്പിയിട്ട് കിട്ടിയില്ല, പൂർണ്ണമായിട്ട് വായിക്കാനും പറ്റില്ല അതിന് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. എന്റെ മനസ്സിൽ ഇത് മാത്രം കിടന്നു. അത് ഇദ്ദേഹത്തിനുമായിട്ട് കാണുന്നതിന് എത്രയും മുമ്പ് തന്നെ ഈ അഗ്രഹവുമായിട്ടുള്ള എന്റെ ഒരു ബന്ധത്തിന് ഉദാഹരണം പറഞ്ഞതാണ്. ഇനി 2002 എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം വിൽഫ്രഡ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനെയും അടുത്തൊരു വലിയ മലയുടെ താഴ്വരയിൽ, മലയുടെ ഭാഗത്ത് കുറച്ച് സ്ഥലം ഇങ്ങനെ പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി അദ്ദേഹം എടുത്തിരുന്നു. അപ്പൊ എന്റെ കൂടെ ആ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം ഇങ്ങനെ ഈ കൃഷി ചെയ്യാൻ പോകും, അദ്ദേഹത്തിന്റെ കൂടെ ഞാനും പോയി. ഇദ്ദേഹം വലിയ മലയുടെ മുകളിൽ വലിയ കൊച്ചു പാവലും പുടവലും ഒക്കെ നടത്തുന്ന ഒരു പദ്ധതി തയ്യാറാക്കി കുറച്ച് സസ്യങ്ങളൊക്കെ വാങ്ങി താഴെ അറ്റത്തുനിന്ന് വെള്ളം കോരി മുകളിലേക്ക് വൈകുന്നേരം വരെ കൊണ്ടുപോയി
വെള്ളം ഒഴിക്കുന്നത്. അതൊക്കെ കാണാനായിട്ടുള്ള ആ സന്തോഷം കൊണ്ട് ഞാനും കൂടെ പോയി. അപ്പൊ എനിക്കറിയാം ഇദ്ദേഹം പാവല് കൊണ്ടുവന്നു, മുളക് കൊണ്ടുവന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി നമുക്ക് ഈ മരുന്നുകളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാലിഫോസും എന്റെ 6X പൊട്ടൻസി കാലി സൾഫാണോ കാലി ഫോസാണോ എന്ന് എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ബുക്കുകൾ പഴയ എന്റെ ആദ്യത്തെ ഒരു പൊതുവായ ഒരു എടുത്തുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഈ സൾഫാണോ ഫോസാണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ സൈലീഷ്യയുടെ 200 കൊണ്ട് ഞാൻ പോയി. സൈലീഷ്യ 200 ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ 6 പെല്ലറ്റ്സ് നമ്മുടെ നമ്പർ 40 പെല്ലറ്റ്സ് മെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന 1M പൊട്ടൻസി 200 അല്ല സോറി 1M പൊട്ടൻസിയാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്തത്. അതിങ്ങനെ നന്നായിട്ട് സക്കസ് ചെയ്ത് 100 സക്കഷൻ കൊടുക്കും. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി. അപ്പം പുള്ളി അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് കുറേ പാവലിന്റെ വിത്തുകൾ തൈകൾ കൊണ്ടുവന്നിട്ട് അത് കൊച്ചു കൊച്ചു പാക്കറ്റിലാക്കി മണ്ണും നിറച്ച് വെള്ളവും ഒഴിച്ച് ഒരിടത്ത് വെച്ചിട്ടുണ്ട്. 500 പാക്കറ്റ് വെച്ചിട്ട് വരാനുള്ള പ്ലാനാണ്. പുള്ളി വൈകുന്നേരം സന്ധ്യാവുന്നത് വരെ ഇരുന്നു. ഞങ്ങൾ 2 മണിക്കൂർ ഇരുന്ന് കുറെ പാക്കറ്റ് ചെയ്തു. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു 6 പാക്കറ്റ് മാറ്റി വെച്ചിട്ട് 3 പാക്കറ്റിൽ കാലി സൾഫാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നല്ല ഉറപ്പില്ല എന്നാലും കാലിഫോസ് ആണോ ഒരു 6Xന്റെ പൊട്ടൻഷ്യൽ ഡൈല്യൂട്ട് ചെയ്ത് ഇങ്ങനെ സക്കസ് ചെയ്താണ് കൊണ്ടുപോയത്. അത് അവിടെ വെച്ച് തന്നെ ഞാൻ ഈ 3 മൂട്ടില് കാലി സൾഫിന്റെ 6Xും മറ്റേതില് സൈലീഷ്യ 1Mന്റെ സൊല്യൂഷനും ഈ 3 1M തന്നെ ഈ 1 ഔൺസ് തന്നെ 3 ചെടികളിലായിട്ട് കൂടുതൽ നല്ല ഡോസ് ആയിരുന്നു അത് ഒഴിച്ചിട്ട് വരികയുണ്ടായി. പുള്ളി ഞങ്ങൾ അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് പോയി ഇതെടുത്ത് തിരിച്ച് നടാമെന്ന് വിചാരിച്ചു. ആ പാക്കറ്റ് എല്ലാം നിറച്ച് അവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വന്നു. മണ്ണിൽ നട്ടില്ല. അപ്പൊ തിരിച്ചു വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു പനി പിടിച്ചു. എനിക്കും കൂടെ പോകാൻ പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകാനും അറിഞ്ഞു. അങ്ങനെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച 1.5 ആഴ്ചയെങ്കിലും അവിടെ ഇരുന്നു. ഒരു 14 ദിവസം കഴിഞ്ഞിട്ടാണ് പോകാൻ പറ്റിയത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ പ്രയാസമായിരുന്നു. തമിഴ്നാട്ടിൽ പോയി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന കുറച്ച് സസ്യങ്ങളായിരുന്നു. പുള്ളി താഴെ അറ്റത്തുനിന്ന് വെള്ളം കോരി മുകളിൽ കൊണ്ടുവന്നാണ് അവിടെ തടമെടുത്തിടത്തും കുഴിയിലൊക്കെ വെള്ളമൊക്കെ നനച്ച് മറ്റേ വളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നു. ഇത് മൊത്തവും കരിഞ്ഞുപോയി. എല്ലാം തന്നെ വെള്ളം ഒഴിക്കാതെ വെയിലത്തിരുന്ന് കരിഞ്ഞുപോയി. പക്ഷേ അത്ഭുതകരം എന്ന് പറയുന്നത് നമ്മുടെ ഈ മരുന്ന് എന്നെ ആദ്യമായിട്ട് ഈ സൈലീഷ്യ എന്ന് പറയുന്ന മരുന്നിന്റെ ഗുണം അവസാനം വരെയും എന്നെ കീപ്പ് ചെയ്ത ഒരു സിംറ്റമാണ് ഈ പറയാൻ പോകുന്നത്. ഒരു ഗുണമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. സൈലീഷ്യയും കാലിസൾഫ് ഒഴിച്ചതും രണ്ടും ഒരു യാതൊരു കേടുമില്ലാതെ നല്ല പച്ചയിട്ട് അവിടെ ഇരിക്കുകയാണ് ഉണ്ടായത്. ഇതൊരു അനുഭവമായിരുന്നു. അവിടെ വേറെ ആരും വരില്ല. വളരെ ദൂരെ നിന്ന് വന്നിട്ട് ഞങ്ങള് അവിടെ ആകെ കൂടി ഇതിൽ വെള്ളം ഒഴിക്കുന്നു പറഞ്ഞാൽ ഏതെങ്കിലും പട്ടികളൊക്കെ വലിയ ദൂരെ മുകളിൽ നിന്ന് കൊണ്ടൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സസ്യങ്ങൾ ഏതെങ്കിലും അപൂർവമായിട്ടുള്ള മൃഗങ്ങളോ ജന്തുക്കളോ വന്ന് അങ്ങനെയുള്ളതേ വഴിയുള്ളൂ. പക്ഷെ ആരും വന്ന് ഒഴിച്ചിട്ടില്ല, ആരും കണ്ടിട്ടുമില്ല. ഈ വെയിലത്തിരുന്ന് മറ്റത് കരിഞ്ഞു പോയി നമ്മുടെ സസ്യങ്ങൾ വളരെയേറെ രക്ഷപ്പെടുകയും ചെയ്തതായിട്ടാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ആണ്. പിന്നീട് എനിക്ക് അടുത്ത ആഴ്ച തന്നെ ഈ പുള്ളി തന്നെ തമിഴ്നാട്ടിൽ പോയിട്ട് നീലമുളകിന്റെ കുറെ ചെടികൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സ്വന്തമായിട്ട് വേണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനടുത്ത് വാങ്ങിയത് എന്റെ എന്ത് നല്ല സമയത്താണെന്ന് എനിക്കറിയില്ല. ഞാനത് വാങ്ങുകയും അത് കുറച്ച് പാക്കറ്റിൽ കുറെ നട്ട് അതിനെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ച് കവർ വലിയ ചാക്കിൽ തന്നെ നല്ല മണലെടുത്ത് മറ്റേ ചെറിയ വളവും പൊടിയും കൊണ്ടുപോയിട്ട് ഇതിനെ ഒരു സിമന്റ് കുറച്ച് കട്ടകൾ വെച്ചിരുന്നതിന്റെ പുറത്ത് തന്നെ സെറ്റ് ചെയ്ത് ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ തന്നെ ഒരു 8-10 ചാക്കില് കുറെ എണ്ണം ഒരു ചാക്കിൽ 8-10 എണ്ണം നട്ടു. ഒരെണ്ണത്തിൽ ഒന്ന് വേറൊന്നിലൊന്ന് ഒരു ചെറിയ കവറുകളിൽ ഓരോന്നോരോന്ന് വെച്ച് പ്രത്യേകിച്ചും വെച്ചു. ഇങ്ങനെ വെച്ചിരുന്നിട്ട് ഈ മുളകുകൾ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് ഇതിനകത്ത് പരീക്ഷിക്കണമല്ലോ. അപ്പൊ ഒരു സെറ്റ് ഞാൻ ഈ 5-6 നിൽക്കുന്നതിനകത്ത് യാതൊന്നും ചെയ്തില്ല. ഒരിടത്ത് നിന്ന് വെള്ളം മാത്രം ഒഴിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചു, കൺട്രോൾ ആയിട്ട് വെച്ചു. എന്നിട്ട് ഈ പരീക്ഷണം ചെയ്യുന്ന അതേ മുഴലിൽ തന്നെ ഞാൻ ചെയ്തിട്ട് ഒരു ചെടിയില് ഞാൻ ചുമ്മാ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. എന്റെ സംശയമാണ്, ഇങ്ങനെയൊക്കെ എന്റെ ഓർമ്മകളിൽ വരുന്നതാണ്. നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെയാണ് ഞാൻ ചില ഈ പൊട്ടാഷ്യം ക്ലോറൈഡിനെ കുറിച്ചൊക്കെ വേറെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും കാലിമൂർ 6X മെഡിസിൻസ് ഡയറക്ടറായിട്ട് പറയുന്നത് ഇത് ഇന്നും ചില ഇപ്പം എല്ലാം തന്നെ നമ്മളിപ്പോ എല്ലാ ചെടിയും കാലിമൂർ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ എല്ലാ ചെടികളിലും ഈ ഇത് കാണിക്കില്ല. പക്ഷെ 3 പ്രാവശ്യം, അതായത് ഞാനിപ്പോ ഇത് ചെയ്യുന്നത് 2002-ലാണ്. അതിനുശേഷം ഒരു 4-5-6 വർഷം 2-3 തരത്തിലുള്ള ചെടികൾ അതിന്റെ വിത്ത് ഇതെല്ലാം പരീക്ഷിച്ചിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു റിസൾട്ടാണ് ഞാൻ രണ്ടാമത് പറയുന്നത്. ഇത് തന്നെ എനിക്ക് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടെ കണ്ടു. അത് വേറെ മുളകിലായിരുന്നു. അത് തന്നെ സംശയം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിലും ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേറൊരു മുളക് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. അതിന്റെ പിക്ചറാണ് ഞാൻ ഇതിനകത്തൊന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അത് കാണിക്കാം. അതിലും ഈ കാലിമൂർ 6Xന്റെ ഒരു സവിശേഷ ഗുണം കാണാൻ കഴിഞ്ഞു. അത് സവിശേഷ ഗുണം എന്ന് തന്നെ പറയാൻ കഴിയും. അതായത്
ഈ കാലിമൂർ ഈ കൊടുത്ത ഈ മുളക് കുറച്ച് 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് വാടിപ്പോകും. അപ്ലൈ ചെയ്ത ആ മുളക് വളരെ ശക്തമായിട്ട് അങ്ങ് വാടിപ്പോവുകയും കുറെ ദിവസം അതിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വാടി കുഴഞ്ഞു നിന്നു. അപ്പൊ ഞാൻ വെള്ളം മാത്രം ഒഴിച്ചു. എനിക്ക് തോന്നി ഇത് വാടിപ്പോയത്. 2 അപ്ലൈ ചെയ്തത് ഒന്ന് കംപ്ലീറ്റ് പോയി. ഒരു മുളക് നിശേഷം വാടിപ്പോയി. ഈ മുളക് വാടാതെ നിൽക്കുകയും കുറെ നാളുകൾക്ക് ശേഷം ഈ മുളകിന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഞാൻ അതിന് ഒരു കൽക്കേറിയ കാർബ് 10 പിന്നെ സൾഫർ 50 ഫോസ്ഫറസ് 1 എന്നീ ഔഷധങ്ങൾ ഞാൻ സമയാസമയമായിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു കുറച്ച് നാൾ നിൽക്കുകയും പിന്നെ ഒരു മഴ വന്നതിന് ശേഷം ഈ മുളക് പെട്ടെന്ന് വലുതാവുകയും ചെയ്തു. ഇത് നിന്ന് തളർന്നു നിന്നപ്പോഴേക്കും അതിന്റെ സൈസ് വളരെ ചെറുതായിരുന്നു. കുറേ നാൾ അങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായത്. ഒരു 4-5 മാസം യാതൊരു ചേഞ്ചും ഇല്ല. മറ്റേ മുളകുകളെല്ലാം വളർന്നു. അവ നീല നിറത്തിലുള്ള മുളകായും കായ്ച്ചത് നീലമുളക് നിറത്തിലാണ്. അവയെല്ലാം തന്നെ ചുവന്ന മുളകുകളായിട്ട് പഴുത്തു വരികയും ചെയ്തു. പക്ഷെ ഈ മുളക് മാത്രം ഇത് ഒരു ആപ്പിൾ ചില്ലിയാണ്. ആപ്പിൾ പോലുള്ള ഒരു തരം ചെടിയിൽ ഉണ്ടാകുന്ന പോലത്തെ ഒരു തരം ചെടി ഔഷധ ഇതാണ് കണ്ടത്. ആ മുളക് ഒരിക്കലും എന്തായില്ല, ചുവന്ന മുളകായില്ല, മഞ്ഞ നിറത്തിൽ തന്നെ കാണാം. നല്ല സ്പോഞ്ചി ആയിരുന്നുള്ള മുളകായിരുന്നു. അത് ഒരു പ്രാവശ്യം അത് അവസാനം നിന്ന് ആ മുളക് ആ സസ്യം നന്നായിട്ട് വളർന്നു. പിന്നെ അവസാനം ആ ചെടി നശിക്കുമ്പോൾ ഏതാണ്ട് 1-1.5 മീറ്റർ പൊക്കത്തിലായി. ആ മുളകിൽ ഒരിക്കലും ചുവന്ന മുളക് വന്നില്ല. അതിൽ മഞ്ഞ മുളക് മാത്രമായിരുന്നു. ഞാൻ അതിന്റെ വിത്ത് നടുകയും പിന്നീട് അതിന്റെ സസ്യത്തിന് 2 തലമുറ സൂക്ഷിക്കുകയും ചെയ്തു. അതില് ഒരു സസ്യം മാതൃസസ്യം പോലെ തന്നെ കണ്ടു, വേറൊന്ന് മഞ്ഞ നിറത്തിൽ കണ്ടു. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ, ഞാനിത് അവസരം കിട്ടുകയാണെങ്കിൽ അതിന്റെ വ്യക്തമായ രീതിയിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാം. എന്തായാലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റി. പിന്നെ വേറൊരു ഈ മുളകിന്റെ ചുറ്റും നെറ്റ് വർക്ക്, അതായത് വലക്കണ്ണികൾ പോലെ വിള്ളലുകൾ ഉണ്ടാവുകയും അതങ്ങനെ നിന്ന് ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ മുളക് താഴെ പഴുത്ത് വീണില്ല വയ്ക്കും, നല്ല നീറ്റായിട്ട് ഉറച്ചു നിന്നു. അതുപോലെ തന്നെ അതിന്റെ ഒരു സൈഡിൽ ഒരു ചെറിയ ചീവ് കാണുകയും അത് എല്ലാ മുളകിലും അതുപോലെ തന്നെ ചീവ് വന്നിട്ടാണ് അത് പോയത്. കാലിമൂറിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് കണ്ടത്. വേറെ ഇലകളിലും ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ലീഫിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരുമാതിരി ഒരു സൈഡ് മാത്രം ഒരു കരിവ് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന രീതിയിൽ നമുക്കിത് കാണാം. ഹലോ, കേൾക്കാമല്ലോ? ഹലോ, കേൾക്കാം. കേൾക്കാം. അപ്പോ ഈ സ്വഭാവം ഈ കാലിമൂർ 6X ഞാൻ 4 പെല്ലറ്റ് എടുക്കുകയും അത് നന്നായിട്ട് 100 സക്കഷൻ കൊടുത്തു എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. വണ്ണം ഒരു ഔൺസ് വെള്ളത്തിലാണ് ഇത് എടുത്തതെന്നും അത് പിന്നീട് അതുപോലെ തന്നെ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇനി സൈലീഷ്യയുടെ വേറൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ വളരെ ഉയരം കൂടിയ ഒരു മുളകിനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രാവശ്യം 3-4 മീറ്റർ ഒരു മുളക് കയറുകയും പറിക്കാൻ തന്നെ അതിൽ നിന്ന് കായ്ച്ച മുളകുകൾ പറിച്ചെടുക്കാൻ തന്നെ പറ്റാത്ത രീതിയിൽ ഒരിക്കലും എനിക്ക് വളരെ കൂടുതൽ ഡാലൂമിന പോലുള്ള ചില മരുന്നുകളും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഇനി പിന്നീട് ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു സംശയം തോന്നിയതുകൊണ്ട് കുറച്ച് വ്യക്തമായിട്ട് തന്നെ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് സൈലീഷ്യയും മറ്റ് രീതിയിൽ, അതായത് ഇപ്പൊ ഗ്ലോബ്യൂൾസ്, സൈലീഷ്യ, വാട്ടർ കൺട്രോള്, ഷുഗർ ഓഫ് മിൽക്ക്, പിന്നെ ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ, ഇങ്ങനെ ഒരു സെറ്റ് ഞാൻ എടുത്തിട്ട് 2-3 പാക്കറ്റുകളിൽ വാഷ് ചെയ്തു. മണ്ണ് നന്നായിട്ട് എടുത്തിട്ട് മറ്റേ പുഴയിൽ നിന്ന് കിട്ടിയ മണ്ണ് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനകത്ത് മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒന്നും അധികം ഉണ്ടാവില്ല, അധികം ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കുറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയൊക്കെ ചെയ്ത് ഈ കവറിനകത്ത് ഈ മുളകുകളെ ചെറിയ സൈസ് ഒരേപോലുള്ളത് കൺട്രോൾ പോലെ ഈ നീലമുളകിന്റെ തന്നെ കുഞ്ഞു തൈകളെ ഒരേപോലെ ഉള്ളതിനെ സെലക്ട് ചെയ്ത് ആരെ ഹെൽത്തി ആയിട്ട് നട്ടു. ഇതില് ഈ സൈലീഷ്യ അപ്ലൈ ചെയ്ത പ്ലാന്റും ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത പ്ലാന്റും ഒരുപോലെ തന്നെ വളർന്നു. കാലിമൂറിന് പഴയതുപോലെ തന്നെ അതിന് ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്ലോബ്യൂൾസിനെ തന്നെയും അത്ര വലിയ, ആദ്യം ഒരുമാതിരി ഇലയൊക്കെ നന്നായിരുന്നെങ്കിലും അതിനും ഗ്രോത്ത് റിട്ടേർഡായിപ്പോയി. ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ നൽകി അതിന് പെട്ടെന്ന് വളർന്നുവെങ്കിലും അത് ഹെൽത്തി അല്ലാത്ത രീതിയിൽ പിന്നീട് ആയി തീർന്നു. പക്ഷെ സൈലീഷ്യ കൊടുത്ത ഈ 200 അന്ന് ഞാൻ അപ്ലൈ ചെയ്തത് സൈലീഷ്യ 200ന്റെ പെല്ലറ്റ്സ് 6 പെല്ലറ്റ്സ് 1 ഔൺസ് വെള്ളത്തിൽ 100 സക്കഷൻ ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്തത്. അത് ഈ കാര്യം ഞാൻ ഒരിക്കൽ ലത്തീഫ് സാറ് എന്റെ മെഡിക്കൽ കോളേജിൽ വന്നിരുന്നപ്പോൾ ഞാൻ അന്ന് അവിടെ 2004 ട്യൂട്ടറായിരുന്നു. അപ്പൊ സാറിനോട് ഇത് എനിക്ക് പറയാൻ അവസരം ഉണ്ടായി. അപ്പോ അന്ന് ഞാൻ ട്യൂട്ടറല്ല, 2002 ശേഷം 2004 ഞാൻ ട്യൂട്ടറായത്. സാറ് ഒരു ദിവസം അവിടെ വന്ന് ഞങ്ങൾ കാണാനിടയായപ്പോഴാണ് ഈ അവസരം പറഞ്ഞത്. അന്നേരം ഇതിന്റെ ഈ പ്രത്യേകത വേറൊരു കാര്യം കാണാൻ പറ്റിയത്, ഇതിന്റെ ഈ തണ്ടിൽ മുഴുവനും ലീഫിൽ മുഴുവനും ഒരുപാട് ഹെയറി അപ്പാരന്റേജസ്, അതായത് ഹെയറി ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് കാണാൻ കഴിയും. അപ്പൊ സാറ് ചോദിച്ചു മുളകിന് എരി എങ്ങനെയാന്ന് ചോദിച്ചു. അതിലെ കാഴ്ച മുളകുകളുടെ വിത്തുകൾ നല്ല ഞെരുക്കം കാണിക്കുകയും മുളകിന് നല്ല എരിവുണ്ടായിരിക്കുകയും
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മുളകിന്റെ ഇത് മൊത്തമായിട്ടുള്ള ആ ഒരു സ്വഭാവത്തിന് ചെറിയ വ്യത്യാസം കാണുകയും ചെയ്തു. ഇത് ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസറുമായിട്ട് കമ്പയർ ചെയ്തത് ഞാൻ ആയുഷ് കോൺക്ലേവില് ഞാൻ 2018 ആ ഫ്ലഡിന് ശേഷമാണ് നമുക്ക് ആ കോൺക്ലേവ് രണ്ടാമത് എടുക്കാൻ വന്നത്. അപ്പൊ എനിക്ക് ഒരു അവസരം കിട്ടിയിരുന്നു, ഒരു പോസ്റ്റർ പ്രസന്റേഷൻ കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ അതിൽ അവതരിപ്പിക്കാൻ പറ്റിയത് ഇതാണ്, ഈ ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസറുമായിട്ട് കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്യുകയും പിന്നീട് അതിനകത്ത് ഞാൻ ഈ പ്ലാന്റ്സിൽ കണ്ട കുറച്ച് ക്രിസ്റ്റൽസ്, അതായത് ഈ മുളകിലും പിന്നെ അതിന്റെ ലീഫിലും അതിന് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് അതിനെ മൈക്രോസ്കോപ്പിലൂടെ കണ്ട കുറച്ച് ക്രിസ്റ്റൽസിൽ കണ്ട കുറച്ച് ചേഞ്ചസ് ആണ് എന്നെ കൂടുതലായിട്ട് ആകർഷിക്കാൻ താല്പര്യം ഉണ്ടാക്കിയതും ഇതിലേക്ക് കൂടുതൽ സ്റ്റഡിക്ക് വേണ്ടി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചതും. ഞാൻ അങ്ങനെ ആ ലെവലിലേക്ക് അങ്ങ് മാറുകയാണ് ഉണ്ടായത്. ഈ മഷിത്തണ്ട് എന്ന് പറയുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സസ്യമാണ്. അതിനെ നമ്മൾ ആദരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. കാര്യം പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ഒരുപാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മഷിത്തണ്ടിന്റെ ചെറിയ. അത് വളരെ എളുപ്പമാണ്. കാരണം ഇത് കണ്ടെത്തിയതിന് ശേഷം എനിക്ക് പരീക്ഷണം വളരെ എളുപ്പമാണ്, മേശപ്പുറത്ത് ചെയ്യാം. അപ്പൊ നമ്മുടെ പുറകുവശത്ത് ഒരു ചെറിയ തണ്ട് മേശ സൈഡിൽ മറ്റ് വെട്ടം മുട്ടും ഒന്നും കൊള്ളാത്ത രീതിയിൽ ചെറിയ കുപ്പികളിൽ വെറും വെള്ളമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൊല്യൂഷൻ ഇട്ടിട്ട് മഷിത്തണ്ടിന്റെ വേര് ഫ്രഷായിട്ട് കഴുകി ഈക്വൽ ആയിട്ടുള്ള തണ്ടുകളും ചെടികളും മാത്രം അതിനകത്തോട് ഇറക്കി വെച്ചിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യാൻ. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ ബയോ കെമിക്കലുകളെല്ലാം തന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് വായിക്കുകയുണ്ടായി. പിന്നീട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് 1900-ലൊക്കെ ഞാൻ ഈ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് എനിക്കൊരു പുസ്തകം കിട്ടിയിരുന്നു. അത് 18ാം നൂറ്റാണ്ടിൽ തന്നെ അനേകം കെമിക്കൽസ്, അതായത് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും ഈ ബയോകെമിക്കലുകളും, അത് ബയോകെമിക്കലുകളെല്ലാം ഈ പ്രകടമായിട്ടുള്ള എസൻഷ്യൽ എലിമെന്റ്സിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണത്. അതിൽ സസ്യങ്ങളെ കുറിച്ച് ഒരുപാട് പേര്, ഞാൻ ഇന്ന് ആ പുസ്തകം തപ്പിയിട്ട് ഞാൻ എഴുതിയിട്ടുള്ള നോട്ട് എനിക്ക് കാണാൻ പറ്റില്ല, ഇന്നലെ നോക്കി. അപ്പൊ അതിൽ ഞാൻ ആ കെൽവിൻ എന്നോ രണ്ടുപേരുടെയാണ് ബ്രിട്ടീഷ് എഡിറ്റേഴ്സിന്റെ, അവരുടെ പുസ്തകത്തില് ആ കാലത്ത് കണ്ടമാനം മിനറൽസും സസ്യങ്ങൾക്ക് വേണ്ട ബോറോണ്, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽസ്യം ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം തന്നെ ചേർത്തുകൊണ്ട് ഓരോരുത്തർ ഓരോ സൊല്യൂഷൻസ് ഉണ്ടാക്കി അതിനെ വിറ്റുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. യഥാർത്ഥത്തില് ഈ ഞാൻ ഇടുക്കിയിൽ പോയതിനു ശേഷം ഈ അടുത്ത കാലത്ത് ഒരു 2-4 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് ഈ എസൻഷ്യൽ എലിമെന്റ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് അവർ ഇറക്കിയതായിട്ട് ഒരു മെസ്സേജ് എനിക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നതിന് മുമ്പ് ആരും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എസൻഷ്യൽ എലിമെന്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു, വളത്തിന്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതെന്തായാലും നമ്മുടെ വെറുതെ അറിവിലേക്കായി പറഞ്ഞതാണ്. അപ്പൊ ഈ മഷിത്തണ്ട് ചെടിയിൽ കിട്ടിയതിനു ശേഷം എനിക്ക് വേറൊരു പ്രധാന കാര്യം, യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ പുസ്തകത്തിൽ നിന്ന് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ എനിക്ക് കുറച്ച് എലിമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ചില സ്വഭാവങ്ങൾ, അവയുടെ ഈ എക്സസ് ഡെഫിഷ്യൻസി വരുന്ന ഡിസീസിനെ കുറിച്ച് എനിക്ക് വായിക്കാൻ നല്ലൊരു അവസരം കിട്ടി. അന്നേരം ഞാൻ ഇതൊന്നും വായിച്ചിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അഗ്രോകെയറുമായിട്ടോ സാറിനുമായിട്ടോ എൻ്റെ ഈ പരീക്ഷണങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലായിരുന്ന സമയത്താണ്. പക്ഷെ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മിനറൽസിൽ നമ്മുടെ വാഴയുടെ വെന്തിട്ടോപ്പ് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് ഈ ബയോകെമിക്കലും കെമിസ്ട്രിയിൽ ഈ വസ്തുക്കളും ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ തന്നെ കഴിയാത്ത വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ബയോകെമിക്കൽ എന്നെ അങ്ങനെ ഈ ടെസ്റ്റിനെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അതിൽ ബോറോൺ എന്ന് പറയുന്ന ഒരു മൂലകത്തെ കുറിച്ച് ഞാൻ വായിക്കുന്നത്. ബോറോണിന്റെ എക്സസ് നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ബോറിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു പൗഡർ കിട്ടും. അത് ഈ വാഷിങ്ങിന് വേജിനൊക്കെ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം പൗഡറാണ്. ഒരു ആന്റി ഫംഗലും ആന്റി മൈക്രോബും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു പൗഡറാണ്. അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിൽ തന്നെ കണ്ടന്റ് നല്ല ബോറോണാണ്. അപ്പൊ അത് വാങ്ങിയിട്ട് ഒരു ചെറിയ പെയിന്റ് എടുത്ത് നമ്മളിപ്പോ ഒരു ചെടിയുടെ മുട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി പാടിപ്പോകുന്ന രീതിയിൽ ഇടരുത്. ചെറിയ അളവ് അതിന് അമിക്കുള്ളൂ. അതിനൊരു ത്രഷോൾഡ്, അതിനൊരു സാധനം സഹിക്കാവുന്ന ഒരു അളവുണ്ട്. അതിലിടുകയാണെങ്കിൽ അതിന് എക്സസ് ആവുകയും ആ മിനറൽ എക്സസ് ആവുന്നതിന് കാരണമായിട്ട് അതൊരു സിംറ്റം കാണിക്കുകയും ചെയ്യും. അത് കൃത്യമായിട്ടും അത് ഉള്ളതാണ്. ആ പുസ്തകത്തിൽ തന്നെ എനിക്ക് പറഞ്ഞ് വായിക്കാൻ ഇടയായി. അതായത് ഇതിന്റെ എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ എക്സ്ക്രീഷന് വേണ്ടി അത് ചെയ്യുന്നത്, ഈ ലീഫിന്റെ സൈഡിൽ ഒരു ചന്ദ്രക്കലയിൽ ഉള്ള രീതിയിലുള്ള ഒരു ലീഷൻ ഉണ്ടാകും. കൃത്യമായിട്ട് ഒരു ചന്ദ്രക്കലയുടെ രൂപത്തിൽ തന്നെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല ചീഞ്ഞു പോവുകയല്ല. അതാണ് ബോർബോണിന്റെ പ്രത്യേകത. ഇത് ഞാൻ പിന്നീട് ചുണ്ണാമ്പ് എന്ന് പറയുന്ന ഒരു സാധനം പരീക്ഷിച്ചപ്പോഴും കാൽക്കേറിയ കാർബിൽ എനിക്കത് കാണാനിടയായി. അത് അത്ര ടിപ്പിക്കലായിട്ടല്ല, വേറൊരു രീതിയിൽ കാണാൻ പറ്റും. കാലിമൂറിൽ എനിക്ക് പകുതി ഇപ്പോഴും കാണാൻ കഴിയും. കാലിമൂർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലോ പൊട്ടൻസി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത് കാണാം. പക്ഷെ സ്വല്പം വെയിറ്റ് ചെയ്യണം. ഒരു 4-6 മാസം ചിലപ്പോൾ വേണ്ടി വരും. ഈ ലീഫിന്റെയും മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഒരു നാമ്പ് വരുന്നത് വരെയുള്ള ടൈം ചെറിയ ആന്തൂറിയം, ഓർക്കിഡ് ഇതുപോലുള്ള ചെറിയ വ്യക്തമായിട്ട് കാണാം. പിന്നെ മഷിത്തണ്ടിലൊക്കെ ഇത് വളരെ കാലിമുറൊക്കെ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. 2-3 ദിവസം കൊണ്ട് ചിലപ്പോൾ ഇല്ലാതായി പോകും. വളർന്നാൽ തന്നെയും അത് റെസ്പോൺസ് ആയിരിക്കില്ല. പൊട്ടൻസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്
എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പിന്നെ ബാക്കി പറയാം, പൊട്ടൻസിയെ കുറിച്ച് ഞാൻ അല്പസമയം കഴിഞ്ഞ് പറയാം. ഇപ്പൊ ഞാൻ പിന്നീട് എനിക്കൊരു ടെസ്റ്റ് ഒരു റിസൾട്ട് പ്രധാനമായിട്ട് കാണാൻ കഴിഞ്ഞത്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വിട്ടുപോയി, ബോറോണിന്റെ ഈ ഒരു സ്വഭാവം എന്നെ വളരെ കൂടുതൽ കൺട്രോൾ എന്നുള്ള ഒരു പദാർത്ഥമായിട്ട് എടുക്കാൻ സഹായിക്കുകയും പിന്നീട് എന്റെ പരീക്ഷണങ്ങൾ വളരെ നാള് ഒരുപാട് മരുന്നുകളെ സെപ്പിയ, കാലിമോറ്, പിന്നെ സൈലീഷ്യ എന്ന് പറയേണ്ട നമ്മുടെ ഒട്ടുമുക്കാൽ മെഡിസിൻസും ഞാൻ ഈ ബോറോണുമായിട്ട് ചേർത്ത് ബോറോണിന്റെ ഒരു പ്രത്യേക സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് അതുമായി ചേർത്ത് വെച്ച് പരീക്ഷിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ അബ്സോർപ്റ്റീവ് പവർ എത്രയാണ്. അപ്പൊ ഞാൻ ആ ചെയ്ത പരീക്ഷണങ്ങളുടെ ഒരു വലിയ പേപ്പർ തന്നെ അപ്പൊ ഞാൻ ഇവിടെ ഒരു കൂടുതലായിട്ട് എടുത്തു വെച്ചിരുന്നു. ഇപ്പൊ നമുക്ക് പറയാൻ വളരെ എളുപ്പമല്ല. ഡോക്ടർ നമ്മുടെ ഇത് ഷെയർ ചെയ്യേണ്ട എപ്പോഴെന്ന് പറയണേ, ഞാൻ ഷെയർ ചെയ്യാം അന്നേരം ഞാൻ പറയാം. ഇപ്പൊ ഇതില് ഈ നിലയ്ക്ക് ഇതിനെ ഞാൻ ഓരോ കോളങ്ങളായിട്ട് പ്രത്യേകം തിരിച്ച് അത് കണ്ടമാനം ആയിട്ട് ഒരു സ്റ്റഡി ചെയ്തിരുന്നു. അപ്പൊ ആ കോളമായിട്ട് വരച്ചിട്ട് എല്ലാത്തിലും അവസാനം ഈ ബയോകെമിക്കലിൽ എല്ലാ ബയോകെമിക്കൽ എടുത്താലും മാക്ഫോസും സൈലീഷ്യമാണ് ലാസ്റ്റ് വരെ ഇരിക്കുന്നത്. അതായത് ഞാൻ പിന്നീട് ഒരു സമയം കിട്ടുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ഇതിനെ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള വിഷമത്തിൽ ഇത്രയും നാൾ ഇരുന്നു. ഇപ്പോഴും അതുണ്ട്. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ കോളമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓരോ ആഴ്ചയിലുമുള്ള റിസൾട്ട് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇത് എത്രമാത്രം അബ്സർവ് ചെയ്യുന്നു അതിനനുസരിച്ച് എന്ത് പറ്റുന്നു, ലീഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അബ്സർപ്ഷൻ കാലിമൂറെല്ലാം വളരെ വേഗം വലിച്ചെടുക്കുകയാണ്. ഒരാഴ്ച വേണ്ട, 2-3 ദിവസം കൊണ്ട് കാലിമൂറിന്റെ റൂട്ട് ഉൾപ്പെടെ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന റൂട്ടുണ്ട്, എത്ര ലീഫ് പോയി, ഫസ്റ്റ് ലീഫ് പോയോ, കോട്ടിലിയുടെ ലീഫ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അറ്റമാണോ താഴെയാണോ. ബോറോൺ ഉപയോഗിക്കുന്നത് മിക്കവാറും കാണുന്നത് ഇതിന്റെ ഗ്രോയിങ് എൻഡിലാണ് ഫസ്റ്റ് സൈൻ കാണുന്നത്. കാരണം ഗ്രോത്തിനാണ് ആ ബോറോണിന്റെ ഉപയോഗം. രണ്ടാമതെന്ന് പറയുന്നത് ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഓൾഡ് ലീഫിൽ കൂടെ ആയിരിക്കും. അതുകൊണ്ട് ഓൾഡ് ലീഫാണ് ആദ്യമായിട്ട് ലീഷൻ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ലീഷൻ ഓൾഡ് ലീഫിൽ തന്നെ കാണാം. ഗ്രോത്തിൽ ഈ ബ്ലാക്ക് കളറും ഡിസ്കളറേഷനും അഴുകി പോകുന്നതും പ്രത്യേകിച്ച് കാണാം. തണ്ട് ചെയ്യുന്നതോ വേര് ചെയ്യുന്നതോ കാണാൻ കഴിയും. ചിലതിലെല്ലാം ഈ കാലിമൂറ് ബയോകെമിക്കൽ 12 എണ്ണവും ഉപയോഗിച്ചതില് കൽക്കേറിയ ഫ്ലൂർ ഉണ്ടല്ലോ, ഫ്ലൂറൈഡ് ആയതുകൊണ്ടായിരിക്കാം വേരിനൊന്നും വലിയ മാറ്റം കാണാൻ സാധിച്ചില്ല. വേരൊക്കെ വീണ്ടും പ്രിസർവ് ചെയ്തു. കുറേ ദിവസം കൂടി നിന്നത് മാക്ഫോസ് ആണ്. ഏറ്റവും ലാസ്റ്റ് വരെ കുറച്ച് ഗ്രീഫ് ലീവെങ്കിലും ഉണ്ടായി സസ്റ്റെയിൻ ചെയ്ത ലൈഫ് സൈലീഷ്യയാണെന്ന് കാണാം. അങ്ങനെ സൈലീഷ്യ എന്നെ വളരെ എനിക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ സൈലീഷ്യനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഓരോരോ ഇതായിട്ട് സമയം തരികയാണെങ്കിലും നമുക്ക് ഇതിനകത്ത് പ്രത്യേകമായിട്ട് ഇത് കാണിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൈഡ് പ്രിപ്പയർ ചെയ്യുന്നതുപോലെ തന്നെ പിന്നീട് ഒരിക്കൽ ഞാൻ ഈ മൈക്രോസ്കോപ്പ് സ്റ്റഡി എങ്ങനെ തുടങ്ങിയെന്ന് കൂടി ഞാനൊന്ന് പറയാം. ഞാനിപ്പോ ഈ ആദ്യമായി കണ്ടത് ഈ കുക്കുംബർ എന്ന് പറയുന്ന നമ്മുടെ വെള്ളരിക്കയുടെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ഒരു നീളൻ എന്റെ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ പുസ്തകം കാണിക്കാം. അപ്പൊ ഇത് എന്റെ ആദ്യത്തെ പുസ്തകമാണ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ. അതിൽ ഈ കാണുന്ന ക്രിസ്റ്റൽസ് വെള്ളരിക്കയുടെയാണ്. ഇത് സെഫലാൻഡ്ര എന്ന് പറയുന്നതിന്റെയാണ്. ഇത് മുളകിന്റെയാണ്. ആ ഒരു സൈഡ് മുളകിന്റെ ചീഞ്ഞു പോയി, അത് തന്നെ ഹാർട്ട് പോലെ ഇരിക്കുന്നു. അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയ ഒരു ക്രിസ്റ്റലാണ്. ഹാർട്ടിന്റെ ക്യാപ്സിക്കം, മുളകിന്റെ ക്യാപ്സിക്കത്തിന്റെ ക്രിസ്റ്റലാണ്. ഇത് നെല്ലിക്കയാണ്. ആസിഡുകളെല്ലാം ഇതേപോലുള്ള നീളത്തിലാണ് ഇരിക്കുന്നത്. ഇത് ഈ പുസ്തകം എഴുതാൻ 2006-ലാണ്. ഇതിന് കാരണം മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നമ്മുടെ 50 മൂലകങ്ങൾ ഉണ്ടെങ്കിലും 10-29 മൂലകങ്ങളെ ഇപ്പോഴും നമ്മൾ പുസ്തകങ്ങളെ കിട്ടുള്ളൂ. ഈ ഒരു പുസ്തകം പോലെ തന്നെ ഒരു കമ്പൈൽഡ് ആയിട്ടുള്ള ഒരു പുസ്തകം ശരിക്കും പറഞ്ഞില്ല. നിങ്ങൾക്ക് എല്ലാ മൂലകങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം ശരിക്കില്ല. ഫിസിയോളജിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പോലും നമ്മുടെ എല്ലാ മൂലകങ്ങളെ കുറിച്ച് പറയുന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇതിനകത്ത് ഈ മൂലകങ്ങളെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി. എനിക്ക് ഈ പബ്ലിഷ് ചെയ്യണമായിരുന്നു. അതായത് ഈ ക്രിസ്റ്റൽസ് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിൽ കാണിക്കണം എന്നുള്ള ആ ഒരു അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം പെട്ടെന്ന് വരികയും അതിനുശേഷം ഒരു പുസ്തകത്തിന്റെ രചയിതാവായി എന്നുള്ളൊരു വലിയൊരു എന്താണെന്ന് അത് ചെയ്യുന്നവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അത് എനിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിനുശേഷം എപ്പോഴും ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം ഞാൻ ഈ ക്രിസ്റ്റൽസ് തന്നെ എന്റെ പുസ്തകത്തിൽ രണ്ടാമത് ഇതൊക്കെ തന്നെ ഇതേപോലെ തന്നെ ചില ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രിസ്റ്റൽസ് അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുണ്ട്. ഇപ്പൊ ഇതിലെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഒരു 16ഓളം നമ്മുടെ ഗ്രേപ്പിന്റെ ഒക്കെ കണ്ടില്ലേ, ഗ്രേപ്പിന്റെ എല്ലാം ക്രിസ്റ്റൽസ് ഞാൻ കൊടുത്തു. ഇത് പ്രസ്സില് ശരിക്കും പ്രസ്സിൽ തന്നെ പ്രിന്റ് ചെയ്തതാണ്. അങ്ങനെ ആദ്യത്തെ പുസ്തകം എനിക്ക് 2006 പബ്ലിഷ് ചെയ്യാൻ പറ്റി. 1000 കോപ്പിയാണ് അതിനുണ്ടായിരുന്നത്. എനിക്കൊരു 100 കോപ്പി തന്നു. അതിനെക്കുറിച്ച് ബാക്കിയൊന്നും അറിയാൻ വയ്യ. എന്തായാലും പുസ്തകത്തിനൊന്നും ബെനിഫിറ്റ് ഇല്ലെങ്കിലും
അതിൽ നിന്നുള്ള ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ക്യാപ്സിക്കത്തിന്റെ ക്രിസ്റ്റൽ കാണുമ്പോൾ ആ ഹാർട്ട് ഷേപ്പിലുള്ള ക്യാപ്സിക്കത്തിന്റെ ക്രിസ്റ്റലും അതിന്റെ സൈഡിൽ വന്ന ആ ഒരു ചീവ് അല്ലെങ്കിൽ ഒരു ചെറിയ ഡീറ്റീരിയറേഷൻ എന്നെ വളരെയേറെ ആകർഷിച്ച ഒരു കാര്യമാണ്. ഇനി മൈക്രോസ്കോപ്പിൽ ഞാൻ എങ്ങനെയാണ് ഈ പിക്ചറുകൾ കാണാൻ തുടങ്ങിയതെന്ന് പറയാൻ ആദ്യമായിട്ട് ഞാൻ ഈ തൈര് പോലുള്ള 2-3 പദാർത്ഥങ്ങൾ എടുത്തിട്ട് ഫംഗസിന്റെ ഗ്രോത്ത് വായിച്ചു മൈക്രോസ്കോപ്പിലൂടെ. അപ്പൊ മൈക്രോസ്കോപ്പ് പെട്ടെന്ന് എനിക്ക് വാങ്ങാൻ കഴിയത് തന്നെ വളരെ അടുത്ത ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ബയോകെമിക്കലിന്റെ സ്റ്റഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഈ തൈര് എടുത്തിട്ട് തൈരിന് മൈക്രോസ്കോപ്പിൽ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് മൂവിങ് ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയ വരെ കാണാം. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഫംഗസിനെ കുറിച്ച് കാണാൻ പറ്റി. പെട്ടെന്ന് ഒരു ദിവസമാണ് ആക്സിഡന്റിലായത് എനിക്ക് ഈ ഇതിന്റെ സ്ലൈഡില് നല്ല 2 പരലുകൾ, അതായത് ആസിഡിന്റെ പരലായിരിക്കും, ലാക്റ്റിക് ആസിഡ് ആണല്ലോ, അതിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാൾട്ടിന്റെ എന്തിനെ നല്ല 2 ക്രിസ്റ്റൽ കാണാൻ പറ്റി, ഉപ്പിന്റെ പോലെ പരല്. അത് എന്നെ വളരെയേറെ മാറ്റം വരുന്നു. അതുവരെയും സത്യം പറഞ്ഞ ഈ ക്രിസ്റ്റലിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കില്ല. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഞാൻ 2-3 ഇലകളെടുത്ത് ഈ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ, നമുക്ക് നമ്മുടെ ഹോമിയോപ്പതി ഹനുമാന്റെ ആ ഒരു മെത്തേഡ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്ന ഹനുമാനാണല്ലോ. ഹനുമാന്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ മെഡിസിൻസ് ഈ സ്പിരിറ്റിൽ ലയിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. അതാണല്ലോ നമ്മൾ ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാനും അവിടെ ചെയ്തത്. നല്ല സ്പിരിറ്റ് വാങ്ങിക്കുകയും അതില് 8 ദിവസം തന്നെ ഇത് ഓരോന്ന് വെക്കുകയും ലീഫ് വെച്ചിട്ട്, അല്ലെങ്കിൽ പച്ചക്കറികളുടെ ഒക്കെ തന്നെ ഈ പച്ചക്കറികൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന്റെ ധാതുക്കളും മിനറൽസും ഒക്കെ കാണുന്നത് അതിന്റെ തോടിനോട് ചേർന്ന ഭാഗത്താണ്. ഇലകൾക്കാണെങ്കിലും അതേപോലെ തന്നെ നല്ല മിതമായ രീതിയിലുള്ള ഇലകൾ സെലക്ട് ചെയ്തിട്ട് അതിനെ മാത്രം ചെറിയ ഒരു സൊല്യൂഷനിൽ ആക്കുന്നതിന് വേണ്ടി വെക്കുകയും 8 ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ സൊല്യൂഷൻസിലെ ഡ്രോപ്സ് എടുത്ത് ഊറ്റി വൃത്തിയായിട്ട് വെച്ചിട്ട് 2 ദിവസം വെച്ചിരിക്കണം. 2 ദിവസം വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് സ്ലൈഡിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ വാച്ച് ചെയ്താൽ കുറച്ച് നേരം ഡ്രൈ ആയിട്ട് വരും. 16 ദിവസം മിനിമം ഇത് ഡ്രൈ ചെയ്യാൻ വേണം. എല്ലാം കൂടെ ഒരു മാസത്തിന്റെ ചിലവാണ് ഒരു സ്ലൈഡ് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ. ഒരു സ്ലൈഡിൽ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ലോകം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ ലോകം തന്നെയാണ് ഈ ക്രിസ്തുവിന്റെ ലോകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മൈക്രോസ്കോപ്പിന്റെ ഫോട്ടോസിൽ ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ തയ്യാറാക്കാൻ വേണ്ടി എന്നെ വളരെ പുസ്തകം തയ്യാറാക്കുകയും ചെയ്തു. ഈ സ്പിരിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം എന്താണ് ഈ സ്പിരിറ്റ് നമ്മളെ സഹായിക്കും. നമ്മൾ ഈ സ്പിരിറ്റിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എത്രമാത്രം വെള്ളം ചേർക്കുന്നുവോ അത്രമാത്രം വെള്ളത്തിലും അതിന്റെ ലയത്വം, അതിന്റെ ഘടന പൂർണ്ണമായിട്ട് വിന്യസിക്കുന്ന ഒരു പദാർത്ഥമാണ്. അതിനൊരു പേരുണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അതായത് അത് ആ സ്പിരിറ്റിന്റെ പ്രത്യേക സ്വഭാവമാണ്. പിന്നെ ഷുഗർ മിൽക്കിന്റെ പ്രത്യേകത നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? ഷുഗർ ഓഫ് മിൽക്ക് പിയേഴ്സിംഗ് പവർ കൂടുതലാണ്. നമ്മുടെ ടിഷ്യൂമായിട്ട് സാമ്യമുള്ള, ബ്ലഡുമായിട്ട് സാമ്യമുള്ള ഒരു ഘടനയാണ് അതിനുള്ളത്. നമുക്ക് വേണമെങ്കിൽ IV കൊടുക്കാം ഷുഗർ ഓഫ് മിൽക്ക്, ചെയ്യുന്നവരുണ്ടാവും. അത്രയും സാമ്യമുള്ള നല്ലതാണ് ഷുഗർ ഓഫ് മിൽക്ക്. ചുമ്മാ കഴിച്ചോട്ടെ എന്ന് പലരും പറയാറുണ്ട്. ഷുഗർ ഓഫ് മിൽക്ക് കഴിക്കുന്നതോറും നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. അത് നല്ല ലാക്റ്റിക് ആസിഡ്, ലാക്ടോസ് മാത്രമല്ല, മറിച്ച് അതിന്റെ പ്രിപ്പറേഷൻ തന്നെ ഒരുപാട് നമുക്ക് തന്നെ അറിയാമെന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ 2 ഘടകങ്ങൾ നമ്മളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഞാൻ ഈ ഷുഗർ മിൽക്ക് എടുത്ത് പറയാൻ കാരണം ഈ സ്പിരിറ്റിന്റെ ലയത്വം നമ്മളെ എല്ലാ മരുന്നുകളിലെയും ഘടകങ്ങളെ എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നതിനും അതിന്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്റെ ശീതളീകരണ പ്രക്രിയയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പി അല്ല, എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു ഒരു മുറിക്കകത്ത് 40-50 കസേര കിടക്കുന്നെങ്കിൽ അതിനെ കുറെ കൂടി വിപുലമായിട്ട് ഒരു എല്ലാ മൂലകളിലേക്കും വ്യാപിച്ച് കൂട്ടിയിട്ടിരിക്കുന്നതിന് പലയിടങ്ങളിലായിട്ട് കിട്ടുന്ന അതിന്റെ എൻട്രോപ്പി കുറെ കൂടുകയാണ്. അതായത് അകലം കൂടുന്തോറും, ഇതിന്റെ വിന്യാസം കൂടുന്തോറും, അല്ലെങ്കിൽ അതിന്റെ ശുദ്ധീകരണം കൂടുന്തോറും എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. ഈ എൻട്രോപ്പി കൂടുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നത് നമുക്ക് ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാനോ പാർട്ടിക്കിൾസിന്റെ ഹയർ പൊട്ടൻസിയിൽ എന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ വൈബ്രേഷൻ ആണെന്നും മറ്റുമൊക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അളവിൽ നോക്കുമ്പോൾ അളവ് എണ്ണം കുറഞ്ഞു വരികയാണ് നാനോ പാർട്ടിക്കിൾസിന്റെ. പിന്നെ അതുപോലെ തന്നെ മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോളിക്യൂൾ, ഇപ്പൊ H2O എന്ന് പറഞ്ഞ മോളിക്യൂള് വീണ്ടും ഘടകങ്ങൾ, ഈ പദാർത്ഥങ്ങളിലുള്ള എല്ലാം തന്നെ മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യൂൾസ് വീണ്ടും ചേർന്ന് വരുന്ന ആ ഒരു പ്രക്രിയ, ക്രിസ്റ്റലീകരണത്തിൽ സംഭവിക്കുന്ന പ്രക്രിയയെ അതിന്റെ ലാറ്റിസ് എന്നാണ്. ഓരോ ലാറ്റിസും എങ്ങനെ രൂപപ്പെടുന്നു? ഇതിനു വേണ്ടിയുള്ള അതിന് പ്രചോദനം കൊടുക്കുന്ന ആ ഒരു മൂലകത്തിന്റെ മാത്രം ഘടകങ്ങൾ മാത്രം കൂടിച്ചേർന്ന് വരുന്നതിന് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബലം എന്താണ്? ഇതൊന്നും ഞാൻ ഒരു പുസ്തകത്തിലും കണ്ടിട്ടില്ല, അത് വായിക്കാനും പറ്റിയിട്ടില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആംഗിൾ മാത്രമുള്ളവയല്ല, ആംഗിൾ ഉള്ളവയെല്ലാമാണ്. മിക്കവാറും ആംഗിൾ ഉണ്ടായിരിക്കും. അതിന് ടാപ്പറിങ് എൻഡ് ഉള്ളതുണ്ട്, നല്ല ഖണ്ഡിച്ച എൻഡ് ഉള്ളതുണ്ട്, ബാർ സൈസിലുള്ളതുണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. എന്നാലും ഈ ക്രിസ്റ്റൽസ്, അതിൽ ഒരു ക്രിസ്റ്റൽ എന്തിന്റെ ആയിരിക്കും? കുറച്ച് എന്തായാലും അതിനൊരു പ്രത്യേകമായ കൺസൈസ് ആയിട്ടുള്ള ഒരു സ്വഭാവ വിശേഷം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഉപ്പിന്റെ പരലുകൾ നമ്മൾ എടുക്കാം. മലയാളത്തിൽ പരലുകൾ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ
ഈ ഷുഗർ മിൽക്കിനും ഒക്കെ ഈ ഘടകങ്ങൾക്ക്, ഇങ്ങനെയുള്ള ഘടകങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിന്റെ പിന്നില് നമുക്ക് പ്രവർത്തികമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഐഡിയാസ് സ്വന്തമായിട്ടുണ്ട്. അപ്പൊ എന്ത് പദാർത്ഥം എടുത്താലും ഹ്യൂമിയോ മെഡിസിൻസിലെ എലിമെന്റൽ ബേസിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും എനിക്കത് അങ്ങനെ പറയേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഹോമിയോപ്പതിയുടെ കുറിച്ച് നമ്മുടെ ഹനുമാന്റെ ഒരു പ്രിഫൈസില് ഒരു ഡെഫിനിഷൻ പറയുന്നത് നമ്മൾ വായിച്ചു തരാം. Homeopathy is a therapeutic method which assumes that a deviation from the fundamental mean within reversible limit can be restored to normal by means of stimuli, usually applied in the form of drugs. Only some physiological doses of which are necessary because of hypersensitivity in disease and whose action is always directed towards normal by virtue of altered receptivity of tissue to stimuli in disease. എന്നാണ് ഇത്. എന്തിനെ കുറിച്ച് പറഞ്ഞതാണ്? നമ്മുടെ ഈ മെഡിസിന്റെ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഡെഫിനിഷനാണ്, ഹോമിയോപ്പതിയെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷനാണ്. ഇതില് നമ്മുടെ ഡിസീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ചോ മൃഗങ്ങളെ കുറിച്ചോ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ജീവജാലങ്ങൾക്കെല്ലാം ഉണ്ടെന്നാണ്. വൈറ്റാലിറ്റി സസ്യങ്ങൾക്കുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ സ്വയം ചോദിച്ചിട്ടുണ്ടായ ഒരു ഉത്തരത്തിൽ നിന്നാണ് ഞാൻ ഇത് ഇപ്പൊ ഇവിടെ പറയുന്നത്. അതായത് ലൈഫ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു കാലത്ത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈഫ് ഉണ്ട് സസ്യങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പോൾ അതിന്റെ സെൻസിറ്റിവിറ്റിയും മറ്റുമൊക്കെ ഇപ്പം വളരെ സൂപ്പറായിട്ട് പറയുന്നുണ്ട്. ഈ നമ്മുടെ സസ്യങ്ങളെ കുറിച്ചെല്ലാം ഉള്ള സ്റ്റഡീസ് വളരെ ഹയർ ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വേറൊരു ഫോർവേഡില് ഹനുമാൻ നമ്മുടെ ഓർഗനോണിൽ തന്നെ പറയുന്ന വേറൊരു കാര്യം ഞാൻ പറയാം. ഹനുമാൻ വാസ് നെയ്തർ എ പ്യുവർ വൈറ്റലിസ്റ്റ് നോർ എ പ്യുവർ മെറ്റീരിയലിസ്റ്റ് in the restricted sense of those terms, but he was an integralist and accepted substantial entity existence of mind, life and body through their inseparably mixed up in a living organism എന്നാണ് പറഞ്ഞത്. അപ്പൊ വൈറ്റൽ ഫോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഈ അനിമൽസിന്, പ്ലാന്റ്സിന് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇല മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ വഴി ഒരു വലിയ മരത്തിനെ സൃഷ്ടിക്കാൻ കഴിയും. ഒരു ചെറിയ പോർഷൻ മതി. അത് സസ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു കഴിവാണ്. ജീവജാലങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില എൻറ്റിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ജീവജാലങ്ങൾക്ക് ഇല്ലെന്ന് തന്നെ പറയാം. സസ്യങ്ങൾക്കുള്ള ഇപ്പോഴും ഉള്ള ഒരു കഴിവാണ്. ഇനി ഈ സസ്യങ്ങളൊന്നും തന്നെ കൺവയൻസ് ചെയ്യുന്നില്ല. ഈ ക്രിസ്റ്റൽസ്, എനിക്ക് സംശയം ചിലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ക്രിസ്റ്റൽസ് വഴി അവൻ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന് ഒരു പക്ഷേ ഈ ക്രിസ്റ്റൽസ് സഹായിക്കുന്നുണ്ടോ ഇതിന്റെ വേവ്സ് എല്ലാം. കാരണം അത്രമാത്രം ട്രമെൻഡസ് ആണ്, അത്രമാത്രം യുണൈക്ക് ആണ്, അത്രമാത്രം തന്നെ സ്പെസിഫിക് ആയിട്ട് അത് കാണാൻ കഴിയുന്ന ഒന്നുമാണ്. ഇപ്പൊ നമുക്ക് ഈ മോഡസ് ഓപ്പറാൻഡി നമ്മളെല്ലാവരെയും എപ്പോഴും ഇന്നും ഒന്നുകൊണ്ടാണ് നമ്മളെല്ലാം താണു പോകുന്നത്. മറ്റൊന്നുകൊണ്ട് നമ്മൾ താഴാനില്ല. ഇന്നത്തെ ഇന്നത്തെ സയൻസിന്റെ അല്ലെങ്കിൽ ഉള്ള യാതൊരു ക്രൈറ്റീരിയ വെച്ച് നമുക്ക് നമ്മുടെ മോഡസ് ഓപ്പറാൻഡി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സെൽ ടു സെൽസ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ, മറ്റേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയുള്ള സെൽസിന്റെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു. ഞാനിപ്പോ എപ്പോഴും വിചാരിക്കാം, നമ്മൾ നാക്കിൽ വെക്കുമ്പോൾ തന്നെ അതിന്റെ ആ പ്രത്യേക സീറ്റിലോട്ടോ എത്തുന്ന സൈഡിഷ നാക്കിൽ വെച്ചാൽ മതി. കാലിരിക്കുന്ന ഉള്ള ഉടനെ തന്നെ 2 ദിവസം കഴിയുമ്പോൾ പോകും. എങ്ങനെ ഈ സീറ്റ് ഫാക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ പ്രത്യേക സൈറ്റിലേക്ക്, ആ റീജിയണൽ പത്തോളജിയിലേക്ക് പോണത് ഇത്രയും സ്പീഡിൽ എങ്ങനെ പാസ് ചെയ്യുന്നു? ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നതോ ഒക്കെ പറയുന്നത് ഇത്രയും സ്പീഡ് ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. ഞാൻ പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ സെൽസിന്റെ ഇന്റർസ്റ്റീഷ്യൽ ലെവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു ഓൾ ഓർഗാനിസം ഇസ് ലൈക്ക് ആൻ വാട്ടർ ആൻഡ് സെൽസ് ആർ ഇൻസൈഡ് ദാറ്റ് സ്മാൾ കോൺസെൻട്രേഷൻ. ലൈക്ക് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയും മറ്റു ഗ്രഹങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ എനർജിയിലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളെ ആണ് ആറ്റംസ് എന്നോ അല്ലെങ്കിൽ ഭൂമി എന്നൊക്കെ പറയുന്നത്. കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗങ്ങളെല്ലാം ഒരു മാറ്റർ, അതായത് ബ്ലാക്ക് എനർജി എന്ന് പറയുന്ന വലിയൊരു ഭാഗത്തിൽ കിടക്കുന്നതായിട്ടൊന്നും ഒരു കൺസെപ്റ്റ് ഐൻസ്റ്റീന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതുപോലെയാണ് ഈ ജീവന്റെ ഘടകങ്ങൾ. മറ്റൊരു വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലേ. നമുക്കിപ്പോ ബന്ധങ്ങൾ എവിടെ നിന്നെല്ലാം ഏതിന്റെ എല്ലാം ഭാഗത്തിൽ നിന്ന് ആണ് മനുഷ്യന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഊർജത്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ കൂടി കഴിയുന്നില്ല. ഇപ്പോ അടിസ്ഥാന ഘടകം എന്റെ അഭിപ്രായത്തിൽ എന്ത് തന്നെയാണ്, അത് എനർജി ലെവലിലായിരുന്നാലും വൈബ്രേഷണൽ ലെവലിലായിരുന്നാലും ശരി, ഈ ഘടകങ്ങൾ ഇപ്പോ ചെറിയൊരു പോർഷനെങ്കിലും അതിനകത്തുണ്ടായിരിക്കണം. ഒരിക്കലും ഇപ്പൊ നമ്മൾ ഈ നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ക്വാണ്ടിറ്റി വളരെ കൂടുതലായിട്ട് വരുമ്പോൾ എൻട്രോപ്പി കൂടി വരുന്ന സമയത്ത് അതിന് പവർ വളരെ കൂടുതലാണ്. എല്ലാം പൊട്ടൻസി ഞാൻ എപ്പോഴും കൺഫേം ചെയ്തിട്ടാണ്. 12 വർഷം ഇടുക്കി ഡിസ്ട്രിക്റ്റിലായിരുന്നപ്പോൾ എനിക്ക് ഇല്ലാത്ത നാട്ടിൽ ഉള്ളവനെന്ന് പറഞ്ഞതുപോലെ, നോക്കില്ല രാജ്യത്ത് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് കേസ് കിട്ടുകയുണ്ട്.
അതിനകത്ത് ഈ ടെന്നം പൊട്ടൻസി പൾസാറ്റിലെല്ലാം വളരെ, പ്രത്യേകിച്ച് ഇപ്പൊ പീരീഡ് റിക്കവർ ചെയ്യുന്നതിനൊക്കെ റെഡീസിന് ടെന്നം തന്നെ വേണം. പെയിൻ റിക്കവർ ആകാൻ 3x 30 തന്നെ വേണം. ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പൾസാറ്റില എന്ന് പറയുന്നതിന്റെ ഒരു പൾസാറ്റിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ മെഡിസിൻസ് എന്ന് പറയുന്നത് ഒരു യുണൈക്ക് ആയിട്ടുള്ള എന്തോ ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു സാധനം, മൊയൈറ്റി എന്ന് പറയുന്ന പോലെ ഒരു പോർട്ട് അത് വേണ്ടേ? അത് എങ്ങനെയാ അങ്ങനെ അത് കൺവേ ചെയ്യുന്നത് ത്രൂ ഔട്ട് എല്ലാ പൊട്ടൻസിയിലും കൺവേ ചെയ്ത് വരുമ്പോൾ അതിന്റെ പൊട്ടൻസിയുടെ പവർ കൂടുകയും തെറാപ്യൂട്ടിക് ആക്ഷൻ കൂടുകയും ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് അപ്പൊ അതിന്റെ എനർജി ലെവൽ ഇങ്ങനെ മാറി മാറി പോകുന്നത് എന്നത് നമുക്ക് വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, മിക്കവാറും ക്രിസ്റ്റൽസ്, ഈ അക്രിസ്റ്റലീയ പദാർത്ഥങ്ങൾ പോലും ഞാൻ ഈ സൊല്യൂഷനിൽ ക്രിസ്റ്റലിന്റെ അല്ലെങ്കിൽ പ്രത്യേകമായ നിയതമായ രൂപത്തിൽ, അതായത് കൺസൈസ് ആയിട്ട് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക രൂപത്തിൽ കാണാനിടയായി. എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്ത 1-2 റിസർച്ച് പേപ്പേഴ്സ് ഞാൻ ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെ രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ കാരണത്തിൽ കൊണ്ട് നമ്മുടെ കാലിമൂറിന്റെ തന്നെ ഒരു ആക്ഷൻ വളരെ പെട്ടെന്ന് കിട്ടുകയുണ്ടായി. കാലിമൂറിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പൊട്ടാഷ്യത്തിന്റെ സാൾട്ടുകളെല്ലാം ചെങ്കട്ടയുടെ നിറത്തിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ്ട്രോൺഷ്യത്തിന്റെ ലവണങ്ങളെല്ലാം നല്ല പ്രകാശം കളർഫുൾ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടൊക്കെ. അപ്പൊ അതുപോലെ ഈ ഒരു ഇത് എനിക്ക് വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ ആവർത്തന പട്ടികയെ കുറിച്ച് എനിക്ക് ഒരല്പം പറയാനുള്ളത്, ഈ ആവർത്തന പട്ടികയിലെ ചില മൂലകങ്ങൾ ഓക്സിജൻ, കാർബൺ, സിലിക്കൺ, പിന്നെ ബോറോൺ, പിന്നെ ഇത് നിയോൺ, ഇതുപോലുള്ള മൂലകങ്ങൾക്കെല്ലാം അവയുടെ സെന്ററിൽ, അതായത് ആവർത്തന പട്ടികയിൽ നോക്കുമ്പോൾ അറ്റോമിക് സ്ട്രക്ചറിൽ പുറത്ത് ഇലക്ട്രോണും പ്രോട്ടോണും തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. അവയുടെ എനർജി, അതുകൊണ്ടാണ് അത് നള്ളിഫൈ ചെയ്ത് ന്യൂട്രലായി ഇരിക്കുന്നത് ആറ്റം എന്ന് നമുക്കറിയാം. ഈ ആറ്റത്തിന്റെ സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ സെന്ററിൽ ന്യൂട്രോൺസ് ആണ് ഇതിന് വെയിറ്റ് കൊടുക്കുന്നത്. ന്യൂട്രോൺസിന്റെ എണ്ണവും ഇവയ്ക്ക് തുല്യമാണ്. ഓക്സിജനും കാർബണും സിലിക്കണും, ഓക്സിജൻ 8ഉം 14ഉം ഒക്കെയാണ്. എത്ര ഇലക്ട്രോണും സിലിക്കണും ഉണ്ട്? 14 ആണെങ്കിൽ ന്യൂട്രോണും സിലിക്കണും 14 തന്നെ, ഇലക്ട്രോണും 14 തന്നെ, പ്രോട്ടോണും 14 തന്നെ. ഓക്സിജൻ 8, 8, 8, നിയോൺ 5, 5, 5, ഇങ്ങനെ 10, 10, 10, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 4-5 മൂലകങ്ങളെ ഉള്ളൂ. ഇവയുടെ പ്രത്യേകത എന്താണ്? അവയാണ് കൂടുതലും ഓർഗാനിക് മോളിക്യൂൾസിൽ ബന്ധപ്പെട്ട് വരുന്ന. കാർബണിന്റെ വെറും ഒരു പൊസിഷൻ മാത്രം കൊണ്ട് വലിയൊരു സാധനം, ഇപ്പൊ CH3H2OH എന്ന് പറയുന്ന ഇതേ ആൾക്കാരാണെങ്കിൽ അത് CH4, അതിന്റെ പൊസിഷനിൽ ഒരു കാർബണിന്റെ പൊസിഷൻ മാറുമ്പോൾ അത് മീഥേനായിട്ട് മാറുകയാണ്, മീഥേൻ ആൾക്കാരായിട്ട് മാറുകയാണ്. നമുക്കറിയാം മീഥേൻ ആൾക്കാരുടെ വ്യത്യാസം എന്താണ്. അതുപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് വെറും ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ചേർന്നിട്ട് ചെറിയ വലിയ മൂലകങ്ങളും ഫോസ്ഫറസോ വല്ലതും അറ്റത്ത് കൂടി ചേർന്നുകൊണ്ടുള്ള DNA എന്ന് പറയുന്നതിന് അതിനകത്ത് ആകെ കൂടിയുള്ളത് ഫോസ്ഫറസ്. ബ്രെയിൻ സെൽസിൽ ഏറ്റവും കൂടുതലുള്ളത് ഫോസ്ഫറസ്. ഈ ഫോസ്ഫറസിന്റെ സിൻഡവും ഈ സംസാരവും അതിന്റെ രീതിയിലുള്ള വറേഷ്യനിസവും അതിന്റെ എന്താ പറയുന്ന വറേഷ്യസ് ലൈഫും ഒക്കെ നമുക്ക് ഫോസ്ഫറസിനെ കുറിച്ച് പറയുമ്പോൾ അറിയാം. എല്ലാവരും വളരെ അട്രാക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, വായിച്ചിട്ടുള്ളതുമാണ് ഫോസ്ഫറസ്. എന്തുകൊണ്ടാണ് ഫോസ്ഫറസ് ഇങ്ങനെ വന്നത്? ഫോസ്ഫറസ് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ നേരിട്ട് കാണാൻ പറ്റും. എടുത്തു വെച്ചിരുന്ന പ്രകാശ രൂപത്തിൽ ഇങ്ങനെ പാഞ്ഞ് അപ്പൊ തന്നെ നഷ്ടപ്പെടുന്നതാണ് ഫോസ്ഫറസ്. അപ്പോ ആ ഫോസ്ഫറസ് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ബ്രെയിനിലും ഈ DNA ഘടനയിലും. ഞാൻ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, DNA മൈറ്റോകോൺട്രിയയിൽ ഉള്ളത് ഒരു ഘടകമാണ്. വേറെ ചില ചെറിയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും ചെറിയ ഗോൾജി ബോഡീസിലും മറ്റേ വാക്യൂൾസിലെല്ലാം കുറച്ച് DNA ഉണ്ട്, RNA ഉണ്ട്. പക്ഷെ മൈറ്റോകോൺട്രിയൽ DNAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കൺവയൻസും അതുപോലെ തന്നെ ഇതിന്റെ സൂക്ഷിക്കുന്നതിനും ഒരുപക്ഷെ ആയിരിക്കാം. ഈ മൈറ്റോകോൺട്രിയൽ DNA വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സ്പെഷ്യലായിട്ട് നമുക്ക് അതൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ മൈറ്റോകോൺട്രിയൽ DNA എടുത്തു പറയുന്ന കാര്യം, ഈ DNAയിലും മറ്റേ ഘടകങ്ങൾ സാധാരണ രീതിയിലുള്ള കൺവയൻസ് നടക്കുന്നുണ്ട്. ആകുമ്പോൾ നമ്മുടെ ഈ ഡയറക്റ്റ് ആയിട്ട് DNA to DNA ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്നുണ്ടാകുന്നത് വൈബ്രേഷണൽ സ്റ്റേജിൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു തിയറിയൊക്കെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ കാര്യത്തിലുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത്രയും സ്പീഡിൽ നാക്കിൽ വയ്ക്കുന്ന ഈ ചെറിയ ചെന്നം പോലുള്ളതിന് ഒന്നും തന്നെ ഇല്ല ഈ ക്രിസ്റ്റൽസിൽ. പ്രത്യേകിച്ച് വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, ഞാൻ കണ്ടതുമായ ഒരു കാര്യം, ഈ ക്രിസ്റ്റൽസ്, ഡോക്ടറെ നമുക്ക് ഒരുപാട് സമയം ആയില്ലല്ലോ, സമയം ഇനി കൂടി പോയോ? നമുക്ക് 15 മിനിറ്റ് ആണ് ഉള്ളത്. ഞാൻ പെട്ടെന്ന് തീർക്കാം. അപ്പൊ ഞാൻ ഈ പെട്ടെന്ന് തീർക്കാം. നമുക്ക് ഇവിടെ ഒന്ന് സ്ലൈഡ്സ് കൂടെ ഒന്ന് വെക്കണമല്ലോ. അപ്പൊ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നതും സൾഫും ഒക്കെ നമ്മൾ എപ്പോഴും ചെയ്തു. എന്തുകൊണ്ട് ബയോകെമിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ബയോകെമിക്കും മൈക്രോ ന്യൂട്രിയൻസും തമ്മിൽ, എന്റെ പുസ്തകം തന്നെ അതാണ്, അങ്ങനെ ഒരു പുസ്തകമാണ് ഞാൻ അത് എഴുതിയത്, ശരീരത്തിലെ മൂലമാണ്. ഈ മൈക്രോ ന്യൂട്രിയൻസ് ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സസ്യങ്ങൾക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഷൻസിന് വളരെ ഉണ്ട്. സസ്യങ്ങൾക്ക് മൈൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു പ്രധാന കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ പാവല് പടവലൊക്കെ വളർത്തുമ്പോൾ അതിന്റെ വള്ളി
നിങ്ങൾ എല്ലാവരും ഇനി ശ്രദ്ധിക്കണം. പാവല് പടവലമൊക്കെ പടർത്തുന്ന വള്ളി ഇങ്ങനെ പിടിച്ചു പോകുന്ന വള്ളിയുടെ അടുത്ത് നിങ്ങൾ ഒരു നേരത്തെ ഒരു കമ്പ് നാട്ടുക. അവിടെ കുറെ നേരം കഴിയുമ്പോൾ അതിലേക്ക് അത് അട്രാക്ട് ചെയ്ത് വന്ന് അതിനെ ചുറ്റും. എന്നാൽ മിക്കവാറും നിൽക്കുന്നിടത്ത് നമ്മൾ പടർത്തിയിരിക്കുന്ന സസ്യങ്ങളെ നോക്കുമ്പോൾ എന്തുകൊണ്ടാവാ അതിൽ പിടിക്കുന്നില്ല, വേറെ ചില കമ്പുകളിൽ പിടിക്കും. അപ്പൊ കാറ്റിന്റെ അല്ല, മറിച്ച് അതിന്റെ എന്ത് സെൻസിറ്റിവിറ്റിയാണ് ആ വള്ളികളെ അതിലേക്ക് നയിച്ച് അതിൽ ചുറ്റിക്കിടക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വലിയൊരു പാവല് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിൽക്കുമ്പോൾ, ഞാൻ മൂന്നാറിൽ നിൽക്കുമ്പോൾ വലിയൊരു ചൊച്ചങ്ങ എന്ന് പറയുന്ന ഒരു ചെടി ഒരു പ്രാവശ്യം അതിനടുത്ത് നിന്ന് ആ വള്ളി എന്റെ അടുത്തേക്ക് വരികയും എന്റെ കാലിൽ വന്ന് തൊടുകയും ചെയ്തു. കുറച്ചു നേരം നിന്നപ്പോൾ ടെമ്പറേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ കാറ്റിന്റെ തടസ്സം മഞ്ഞു ആയിരിക്കാം, എന്താണെന്ന് നമ്മൾ അതും നല്ലൊരു രീതിയിൽ വായിക്കേണ്ടതാണ്. ഞാൻ ഈ സ്റ്റഡീസ് നമ്മുടെ എലിമെന്റ്സുമായിട്ട് ചേർത്ത് കുറച്ച് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഇനി എന്റെ രണ്ടാമത്തെ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ്, ഹോമിയോ അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ. ഇതൊക്കെ ഞാൻ തയ്യാറാക്കി തന്നെ എടുത്ത ഫോട്ടോസ് ആണ്. ഇതാണ് അതിനകത്തുള്ള പ്രതിപാദ്യം. എനിക്ക് തോന്നുന്നു ഡോക്ടറെ, നമുക്ക് ആ പുസ്തകത്തിനെ കുറിച്ച് എന്തായാലും ഒരുപാട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ആ പുസ്തകത്തെ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് ഇനിയും, ഇത് അവസാനിക്കാത്ത ക്ലാസ്സുകളാണ്. നമ്മളൊക്കെ വർഷങ്ങളോളം ഇത് നമ്മുടെ മക്കളും മക്കളുടെ ഒക്കെ തുടർന്നു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് ക്ലാസ് എടുക്കാനുണ്ട്. അപ്പൊ അതായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഡോക്ടർ ഇങ്ങനെ പുസ്തകത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം. റഷ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ ക്രിസ്റ്റൽസിന്റെ വേറൊരു പ്രത്യേകത ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ ജനറൽ ആയിട്ടുള്ള മെഡിസിനിലെല്ലാം തന്നെ അഗസ്ട്രിലായിട്ടുള്ള പദാർത്ഥങ്ങൾ വരുന്നത് ഈ സ്ലൈഡ്സിൽ വെക്കുമ്പോൾ ഒറ്റ ഡ്രോപ്പാണ് വെക്കുന്നത്. ആ ഡ്രോപ്പിൽ ഇത്രമാത്രം പവർഫുൾ ആയിട്ട് വലിയ ക്രിസ്റ്റൽസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ബലമാണ് അതിന്റെ പിന്നിലുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടത്. ആ ക്രിസ്റ്റൽ എനർജി എന്ന് തന്നെ ഞാൻ അതിനെ ചുമ്മാ ഈ പുസ്തകത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്രിസ്റ്റൽ ഒരിക്കലും ഒരു ക്രിസ്റ്റലും ഒരിക്കലും ഫ്രീ അല്ല. അതായത് ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പദാർത്ഥത്തിന്റെ ഫോസ്ഫറസിന്റെ തന്നെ ഒരു ക്രിസ്റ്റൽ നമ്മൾ ഇതിനകത്ത് കണ്ടാൽ അത് ഒരിക്കലും യുണൈക്ക് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ അല്ല. കാര്യം അതിലൊരു അല്പം വാട്ടർ അല്ലെങ്കിൽ അതിൽ സൊല്യൂബിൾ ആയിട്ടുള്ള പദാർത്ഥം തീർച്ചയായിട്ടും കാണും. ഒരു നെവർ എ ക്രിസ്റ്റൽ ബിക്കം പ്യുവർ ഡ്രൈ. അത് എപ്പോഴും ഓർക്കണം. അതിൽ നിന്ന് മനസ്സിലാകുന്നതാണ് നമ്മുടെ ക്രിസ്റ്റൽസിൽ എപ്പോഴും കൺവേ ചെയ്ത് വരുന്നത് ഈ വാട്ടറാണ്, അല്ലെങ്കിൽ ഈ സൊല്യൂഷനിൽ വയ്ക്കുന്ന ലിക്വിഡാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി വേറൊരു കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുപ്പിയിൽ നിന്ന് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽസിന്റെ എല്ലാ ക്രിസ്റ്റൽസിന്റെയും സൈസ് മിക്കവാറും ഒരുപോലെ ആയിരിക്കും. ഒരേപോലുള്ള ക്രിസ്റ്റൽ, യുണൈക്ക് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് എല്ലാം സൈസ് ഒന്നായിരിക്കും. ഇപ്പൊ അലോവീര പോലുള്ള ക്രിസ്റ്റൽസ് എടുത്താൽ അതിനകത്ത് 6 ഐറ്റം നീഡിൽ പോലുള്ള ക്രിസ്റ്റൽ കാണാൻ കഴിയും. അലോവീര എല്ലാവർക്കും വാച്ച് ചെയ്യാന്നുള്ളതാണ്. അലോവീരയുടെ സൊല്യൂഷൻ എടുത്ത് വാച്ച് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് സൊല്യൂഷൻ പോലും പ്രിപ്പയർ ചെയ്യണ്ട. നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നീഡിൽ പോലെ കമ്പി സൂചി പോലെ കിടക്കും. നമ്മൾ തയ്ക്കുന്ന സൂചി പോലെ ടാപ്പറിംഗ് ഉണ്ട്, ഒരിടത്ത് ടാപ്പറിംഗ് ഉണ്ട്, ഒരിടത്ത് പോയിന്റ്, വേറൊരിടത്ത് അങ്ങനെയുള്ള 5-6 ഐറ്റം കാണും. അതെല്ലാം ഒരേ സൈസിൽ കാണും. ഒരു സൈസിലുള്ള 2 സെന്റിമീറ്റർ ഉള്ളത് 5-6 എണ്ണം കാണും. 1/2 സെന്റിമീറ്റർ ഉള്ളത് 5-6 എണ്ണം കാണും. ഈ 1/2 സെന്റിമീറ്റർ ഉള്ളത് പോലെ അല്ല 1 സെന്റിമീറ്റർ ഉള്ളതിരിക്കുന്നത്. അതിന് ചെറിയ വിട്ടെങ്കിലും വ്യത്യാസം കാണും, 2 എഡ്ജെങ്കിലും വ്യത്യാസം കാണും. ഇങ്ങനെ ഒരു 5 ഐറ്റം തന്നെ നീഡിൽ പോലുള്ളതുണ്ട്. അലോവീര വർഷങ്ങളായിട്ട് ഇന്നും പിടികിട്ടാത്ത ഒരു ഔഷധമാണ് അലോവീര. അലോവീരയുടെ 10 ഒരു പൊട്ടൻസി ഒറ്റ ഡോസ് കൊണ്ട് ഞാൻ ഒരുപാട് ഫൈൽസ് കേസ്, ഒരുപാട് 3-4 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പേഴ്സൺസിന് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അലോവീര വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് 10 പൊട്ടൻസി. പിന്നെ ലോവർ പൊട്ടൻസിയും അതിന്റെ ടീച്ചറും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇനി എനിക്ക് എപ്പോഴും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഹയർ പൊട്ടൻസിയിലോട്ട് പോകുന്നതോറും പവർ കൂടുന്നു എന്ന് പറയുന്നതിന് പകരം പവർ കുറയുന്നു എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ഗ്രാഫ് നെഗറ്റീവ് ആവുകയും ലെഫ്റ്റിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൂടെ? അതൊരു വാക്വം സ്റ്റേജിലല്ല, മറിച്ച് അങ്ങനെ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ നമുക്ക് ജീവനായിട്ടുള്ള എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുമോ? ഈ ഗ്രാവിറ്റിയുടെ വലിയ ചിന്താഗതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിപ്പോ അതേ നമ്മുടെ ചിയോപ്സ് നമ്മുടെ പിരമിഡിനെ കുറിച്ച് തന്നെ ഒരു വലിയ അഭിപ്രായം വന്നിരിക്കുന്ന, അടിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള എന്ത് എനർജിയെ കൺവേ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്ന് ഡെഡ് ബോഡിയിലോട്ട് പാസ് ചെയ്താൽ കിട്ടുമെന്നാണോ? അതിന്റെ ഉയരങ്ങളിൽ നിന്ന് വല്ലതും വലിച്ച് താഴോട്ട് കൊണ്ടുവരാനാണോ? ടെസ്ലയുടെ എഫക്ട് പോലെ വരാനാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. എനർജിയുടെ ലെവലിലുള്ള സ്റ്റഡിയാണ്. ഇന്ന് നമ്മളെ പ്രധാനമായിട്ട് ജീവിക്കുന്നത് എങ്ങനെ? വേറെ ഒരു മാഗ്നറ്റും ഇലക്ട്രിസിറ്റി മാഗ്നറ്റ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളും ഉപകരണങ്ങളും മാത്രമാണ് ഇന്ന് ഭൂമിയിലുള്ളത്. മാഗ്നറ്റിന്റെ ലോകമാണ് ഇന്ന്. മറ്റൊരു ഇലക്ട്രിയുടെ ഇതേയും പറയാം. പണ്ട് കാലത്ത് ഈ കെമിസ്ട്രി ലാബിലെല്ലാം ഗോൾഡിന്റെ ഒക്കെ ഫിലമെന്റ് ഒക്കെ വെച്ചാണ് ഇലക്ട്രിസിറ്റി ഒക്കെ കണ്ടുപിടിച്ചത്. അന്ന് അവർക്ക് ഈ ഗോൾഡിന്റെ ഇലക്ട്രിസിറ്റി എന്നോ അലൂമിനിയത്തിന്റെ ഇലക്ട്രിസിറ്റി എന്നോ പറയാൻ സാധിച്ചോ? അതും ഞാൻ പ്രത്യേകമായിട്ട് എനിക്ക് നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ആഴ്സനിക്കിന്റെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, റോംബോയുടെ എല്ലാ എലിമെന്റ്സും പ്രത്യേക ക്രിസ്റ്റൽസും ഉണ്ട്. ഇപ്പൊ സൾഫറിൻ്റെതാണ്, അത് ക്രിസ്റ്റലീയം അല്ല, അക്രിസ്റ്റലീയമാണ്. എന്നാലും അതൊരു
വേറൊരു രീതിയിലാണ്. ഇപ്പൊ റോംബോയിഡലായിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് ആഴ്സനിക് എന്ന് പറയുന്നത്. അത് എപ്പോഴും ആഴ്സനിക് തന്നെ കാണും. ഈ ഘടകങ്ങളിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടോ അത് അതിൻ്റെതായ സ്വഭാവം ആ സൊല്യൂഷനിൽ കാണിക്കും. അതിന്റെ ഏത് ഭാഗത്ത് കിടന്നാലും ആ മോളിക്യൂൾസ് അതുമായി തന്നെ വന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെതായിട്ടുള്ള പദാർത്ഥങ്ങൾ ലിക്വിഡിലും എപ്പോഴും അതുപോലെ തന്നെ അടുത്തടുത്തൊക്കെ കിടക്കണം. ആ അടുത്തടുത്തൊക്കെ കിടക്കുന്ന ആ പ്രോസസ്സ് അങ്ങനെ കിടന്ന് അത് കുറച്ചെങ്കിലും എല്ലാം ഉണ്ടായിരിക്കണം. പൾസാറ്റിലിയുടെ അനേകം കൂടെ ഗജനാബിസ് ഒക്കെ 500 600 ഒക്കെ ആൽക്കലൈഡ്സ് ഉണ്ടെന്നാണ്. ഇതൊക്കെ ഇങ്ങനെ കൺവേ ചെയ്ത് പോകണമെന്ന് വെച്ചാൽ അത് അത്ര പറഞ്ഞ എളുപ്പമല്ല. അപ്പൊ ഇതിനകത്തെല്ലാം എന്തോ കോമൺ ആയിട്ടുള്ള ഒരു ഘടകം ഉണ്ടെന്നും അത് നമുക്ക് കൺവേ ചെയ്ത് പോകുന്നു എന്ന് വേണം മനസ്സിലായത്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇത്രയും സൂക്ഷ്മമായിട്ട് പറയുന്നതിന് ഒരു വാക്ക് പറയാനാണ്. ഹോമിയോപ്പതി ഒരു ഗോപ്യമായ സയൻസാണ്. സ്യൂഡോ സയൻസ് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ നാണക്കേട്. ഗോപ്യം എന്നുള്ള വാക്ക് ആരും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ല. ഞാൻ എപ്പോഴും നിങ്ങൾ ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുമ്പോഴേക്കും ഗോപ്യം എന്നുള്ള വാക്ക് പറയും. എന്താണ് ഗോപ്യം? കപടബോധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്യൂഡോ പോണ എന്ന് പറഞ്ഞാൽ കപടപാദങ്ങൾ എന്ന് പറഞ്ഞാൽ പാദങ്ങൾ അകത്തിരിക്കുന്നു, പാദങ്ങൾ പ്രകടമായി പുറത്തു വരില്ല, ആവശ്യത്തിന് പുറത്തു വരില്ല. അതാണ് കപടപാദം. അതുപോലെ ഹോമിയോപ്പതി ഒരു ഗോപ്യമായ സയൻസാണ്. ഇതിന്റെ ഗോപ്യത അല്ലെങ്കിൽ എലിമെന്റ്സിന്റെ വരുന്ന സീക്രട്സ് മിക്കവാറും ഇങ്ങനെയുള്ള ചില ഘടകങ്ങളെ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മളിപ്പോ ഒരുപാട് ആംഗിളിൽ കടന്നു പോകേണ്ട കാര്യങ്ങൾ അധികമില്ല എന്ന് എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ കാർബണിന്റെയും നൈട്രജന്റെയും കാര്യം ഞാൻ പറഞ്ഞു. സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ്, മോളിക്യൂൾസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ നമ്മൾ പൊട്ടൻസി വഴി ഉണ്ടാക്കുന്നു. അത് ഡീസെൻസിറ്റൈസേഷനോ അല്ലെങ്കിൽ ഹൈ ഡിസെൻസിറ്റൈസേഷൻ ആണോ എന്ന് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അത് അളക്കാനുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ ഈ ഹയറിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്. ലോവറിലേക്ക് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഓരോ മരുന്നിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, കറക്ഷനിൽ എക്സ്പെരിമെന്റ് ക്യൂരിയോസിറ്റി അല്ല ഫർദറായിട്ട് നമ്മളെ ക്യൂരിയോസിറ്റി എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ മരുന്നിന്റെയും ആക്ഷൻ നമ്മളിപ്പോ പ്രാക്ടീസ് അല്ലെങ്കിൽ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. എക്സസ് ആണോ ഡെഫിഷ്യൻസി ആണോ? അപ്പൊ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ആഴ്സനിക് ആണ് പേഴ്സണാലിറ്റി ഉണ്ട്, അയാൾ അതുവരെ ഹോമിയോ കഴിച്ചിട്ടുണ്ടാവില്ല, ആഴ്സനിക്കിന്റെ അടുത്തേ പോയിട്ടില്ല. പക്ഷെ ആഴ്സനിക് പേഴ്സണാലിറ്റി നല്ല ഫസ്റ്റ് ആയിട്ട് വന്ന് മുമ്പ് നിൽക്കും. എങ്ങനെ വരുന്നു? ഇനി ആഴ്സനിക്ക് നാം കൊടുക്കുന്ന കുറെ ദിവസം ആഴ്സനിക്ക് കൊടുത്താൽ കുറച്ച് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണല്ലോ നമ്മളെ പ്രൂവിങ്. അത് എങ്ങനെ ഉണ്ടാകുന്നു? ഇതെങ്ങനെ ബോഡി ഇതിനെ രണ്ടിനും തിരിച്ചറിയുന്നു? വാട്ട് ഈസ് ടു ബി ക്യൂർഡ് ആൻഡ് വാട്ട് ഈസ് ക്യൂറബിൾ ഇൻ ഡിസീസ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് ഇതിലുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, ഒരു പേഴ്സൺ എങ്ങനെ കാലാന്തരത്തിൽ വ്യത്യസ്തപ്പെട്ട് ആ രൂപത്തിൽ എത്തിച്ചേരും, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നാൽ അയാളിൽ വരുന്ന എലിമെന്റ്സിൽ വരുന്ന ചേഞ്ചസ് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ കാർബൺ സ്റ്റഡീസ് ഒക്കെ ഇനി ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അപ്പോ എനിക്ക് തോന്നുന്നു ഓരോ സബ്ജക്റ്റിനും നമുക്ക് ഓരോരോ സമയത്ത് ഓരോരോ പ്രാവശ്യമായിട്ട് എടുക്കുന്നത് ഞങ്ങൾക്ക് ഇനി വരുന്ന സമയങ്ങളിൽ ഈ മോഡസ് ഓപ്പറൻഡിയെ കുറിച്ചൊക്കെ എനിക്ക് ഒരുപാട് ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. എനിക്ക് ഒരിക്കലും തൃപ്തികരമായിട്ട് ആൻസർ പറയാനും പറ്റാത്ത ഒന്നുപോയ കാര്യങ്ങളാണ്. എന്തായാലും ഓരോരോ ടോപ്പിക് അങ്ങനെ എടുക്കുമ്പോഴേ എന്റെ ആ സ്ലൈഡ്സ് ഒന്ന് വെക്കുകയാണെങ്കിൽ ഞാൻ ഓരോന്ന് എന്താണെന്ന് ഈ പറഞ്ഞത് അത് കാണിച്ചു. സ്ലൈഡ്സ് ഷെയർ ചെയ്യാൻ നമ്മൾ 5 മിനിറ്റ്സിൽ സമയം ഉണ്ടോ ഡോക്ടറെ? 5 മിനിറ്റ്സ് ഉണ്ട്. 5 മിനിറ്റ്സേ ഉള്ളൂ. ഓരോന്ന് പെട്ടെന്ന് പറഞ്ഞു തരും. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. വേണ്ട അത് ഇതിൽ പറയുന്നത് എനിക്ക് കാണാം. ആ മുളക് നോർമൽ ആയിട്ടുള്ള ഒരു മുളകാണ്. കേൾക്കാമല്ലോ? കേൾക്കാം. ഇത് നോർമൽ. നെക്സ്റ്റ് നോർമൽ ആയിട്ടൊരു പാമ്പ് ചുവന്ന പഴുത്ത് പോയി. ഇത് അബ്നോർമൽ ആയിട്ട് വരുന്ന വിത്ത്, അതായത് കാലിമൂർ കൊടുത്ത് സൈലീഷയും കാലിമൂറും ഒന്നിച്ചു കൊടുത്തു. അത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യമാണ്. ഞാനും നിങ്ങളും എല്ലാം വിളിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മെഡിസിൻ കൊണ്ട് നമുക്ക് വ്യക്തിക്ക് അനുഭവം കുറവാണ്. അതേസമയം രണ്ടാമതൊരു മരുന്ന് കൊടുക്കുമ്പോൾ അതിനെ അബോർട്ട് ചെയ്യുമ്പോൾ ആ അനുഭവം വെളിവാകും. ചിലപ്പോൾ അതുപോലെ വഴി ഡിസീസ് പോകും. അക്യൂട്ട് കേസ് എല്ലാം മിക്കവാറും അങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഇത് കാലിമൂർ സൈലീഷ കൊടുത്തപ്പോഴാണ് പുറത്ത് കാണാൻ പറ്റിയത്. ഈ ചുവപ്പ് നോക്കും ഓറഞ്ച് കളറിലേക്കാണ് വന്നത്. ഇതുപോലെ നിന്നു. നീലമുളക് തന്നെ. സെയിം ഇതിന്റെ രണ്ടാമത്തെ തലമുറ. അടുത്ത പിക്ചർ ഇത് തന്നെ. ഈ പിക്ചർ തന്നെ രണ്ടാമത് ഇത് തന്നെ. അതിന്റെ സന്താനം, അതായത് അതിന്റെ കുട്ടിയാണ്. അതിന്റെ ഗ്രീൻ കളർ ചെയ്തിരിക്കുന്നതാണ് ഇത്. ആ യെല്ലോ ഓറഞ്ച് നിറത്തിലേക്ക് പോയി. അടുത്തത് നെക്സ്റ്റ് സൈഡ് ഡോക്ടറെ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഓറഞ്ച് പോലുള്ള ആപ്പിൾ. എന്റെ കാലികാർബ് എന്നല്ല കാലിമൂർ കൊടുത്തത് വരുന്ന ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് ഇത് ആ വര കണ്ടോ? കാലിമൂർ കൊണ്ട് ടിപ്പിക്കലായിട്ട് നിങ്ങൾക്കും കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എത്ര പേർക്കെങ്കിലും ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു സ്റ്റഡി ചെയ്യാം. അടുത്തത് ഡോക്ടറെ നമുക്കൊരു 5 കൂടെ ഉള്ളൂ. കണ്ടോ ആ വര കണ്ടോ? കാലിമൂറിന്റെ ഒരു സിംറ്റം ആണ്. നെക്സ്റ്റ് ചീര. ഈ ചീര നീളത്തിലുള്ള ലീഫായിട്ട് കാണാൻ സൈലീഷ വണ്ണം മാത്രം മതി. നെക്സ്റ്റ് അത് പടം ഞാൻ രണ്ടാമത്തത് പിക്ചർ കൊടുത്തില്ല. ഇതെന്റെ ഒരു എക്സ്പെരിമെന്റിന്റെ
മെത്തേഡ് കാണിച്ചതാണ്. നെക്സ്റ്റ്, ഇത് മണിപ്പൂരല്ലോ. ആ ബോറോൺ കൊണ്ട് വന്ന ഒരു ചെറിയ ബ്ലാക്ക് ഡിസ്കളറേഷൻ, ഇത് ഞാൻ കാണിക്കേണ്ടത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് അതുപോലെ ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരു ഓണത്തിന് എന്റെ ലാബിൽ ഞാൻ വെച്ചത് ഇതുപോലെ കറുത്ത് കണ്ടു, ബോറോൺ കുപ്പിയിലൊക്കെ വെച്ച്. അത് ഞാൻ ക്ലാസ് പിന്നീട് ഒരു ദിവസം എടുക്കാം. അടുത്തത് നെക്സ്റ്റ്, ഇതെന്നെ വളരെയേറെ അത്ഭുതം. 4 വർഷം മൂന്നാറിലായിരുന്ന ഞാൻ എന്നെ മാങ്കുളത്തേക്ക് ട്രാൻസ്ഫർ ആക്കി. അപ്പൊ അവിടെ ഞാൻ ഈ പരീക്ഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് അനേകം സൈലീഷ കൊടുത്തത് നല്ല വളരെ വളരെ വളർന്നു നിന്ന ഒരു വലിയ പടർന്നു നിന്നതായിരുന്നു. പക്ഷെ ഞാൻ മാങ്കുളത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് 4 വർഷം, ഏതാണ്ട് 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ മൂന്നാറിൽ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് മൂന്നാറിൽ 6-8 വർഷം ഇരിക്കാൻ ഭാഗ്യമുണ്ടായി. അവിടെ ഈ ഡോക്ടർ വന്നപ്പം അദ്ദേഹത്തിന് അവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെ ഇന്റർ ട്രാൻസ്ഫറിൽ വീണ്ടും മൂന്നാർ വന്നപ്പോൾ ഇത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇത് ഈ ഒരു സസ്യം മാത്രം, ബാക്കി എന്റെ ചെടികളെല്ലാം പട്ടു. ഈ സൈലീഷ കൊടുത്ത ഇത് മാത്രമായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇവൻ അതുപോലെ ഇരുന്നു. അതിനെ പിന്നീട് നെക്സ്റ്റ്, അധികം വെള്ളമൊന്നും ഒഴിച്ചില്ല എന്നാണ് പറയണത്. പക്ഷെ ഇങ്ങനെയായിരുന്നു. അതിനെ ഞാൻ പിന്നെ ഒന്ന് റിവൈവ് ചെയ്തെടുത്തതാണ്. ഞാൻ പിന്നീട് ഹയർ പൊട്ടൻസി കൊടുത്ത് റിവൈവ് ചെയ്തു, സൾഫറൊക്കെ കൊടുത്തു. അടുത്തത് പറയൂ. നെക്സ്റ്റ്, സൾഫറും കൽക്കരി കാർബൺ റിവൈവ് ചെയ്യാം. ഇത് ഞാൻ അവിടെ നിന്ന് തന്നെ മുളകിന്റെ തൈ ഒരിക്കൽ വീണ്ടും വന്ന് 3ാമത്തെ സെറ്റിന് വേണ്ടി വാങ്ങിയതാണ്. ഈ നീല കണ്ടില്ലേ, ഇതിൽ എനിക്ക് വളരെ വ്യക്തമായ ഒരു മുളകുകൾ കാണാൻ കഴിഞ്ഞു. അതിന്റെ പിക്ചർ എല്ലാം ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഒരുപാട് പുരടിച്ചാണ് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 6ാമത്തെയോ വർഷം, അതായത് 2022 ചെയ്ത ഒരു റിസൾട്ട് ഇവിടെ വന്നതിന് ശേഷം ഈ കളർ പിന്നെ റെഡായിട്ട് വന്നിട്ടേ കാലിമൂറും സൈലീഷ്യമാണ്. ഇതും നീലമുളക് തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. ഇതെനിക്ക് സ്റ്റൊമാറ്റോ എന്ന് പറഞ്ഞ വളരെ തീവ്രമായിട്ടൊരു സ്റ്റഡിയാണ്. നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം ഇതൊക്കെ നന്നായിട്ട് വായിക്കാന്നുള്ളതാണ്. ഇതിനുണ്ട് സ്റ്റൊമാറ്റോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് സൈലീഷ്യയ്ക്ക് വരുന്ന മാറ്റം എന്താണ് ഞാൻ പ്രത്യേകം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിന്റെയും പ്രത്യേകം ക്ലാസ്സസ് തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, സ്റ്റൊമാറ്റ. ഇത് ഇപ്പൊ ഞാനൊരു മെഡിസിനെ ഞാൻ ഒരു കോമ്പിനേഷൻ തയ്യാറാക്കി ഇതിനു വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ്. ഇത് ആണ് ആ സസ്യത്തിന് വന്ന ഒരു രോഗമാണ്. നെക്സ്റ്റ്, ഇത് ക്ലിയർ ചെയ്തതാണ്. നെക്സ്റ്റ്, അത് ക്ലിയർ ചെയ്ത അതേ പ്ലാന്റ് ആണ്. ഇനി നോർമലായിട്ടുള്ള പെപ്പറോമിയ പ്ലാന്റ് ആണ് ഇത്, മനുഷ്യത്തണ്ട്. നെക്സ്റ്റ്, അത് ഡിസീസ് എക്സസീവ് ആയിട്ടുള്ള മിനറൽസ് വരുമ്പോൾ അതിന്റെ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ചന്ദ്രക്കല അല്ല, മറിച്ച് ഇത് അതിന്റെ എക്സസീവ് സെക്രീഷനാണ്. കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊള്യൂഷനാണ് ഈ സൈഡിൽ കാണുന്നത്. നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതാണ്. ഈ ക്രിസ്റ്റൽസ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ പുതിയ ക്രിസ്റ്റൽസ് കാണിച്ചില്ല. ഇത് മഷിത്തണ്ടിൽ ഷുഗർ ഓഫ് മിൽക്ക് അപ്ലൈ ചെയ്ത്, ഷുഗർ ഓഫ് മിൽക്ക് വളരെ നേരിയ ചെയ്തിൽ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് ലീഫിൽ നിന്ന് എടുത്ത സൊല്യൂഷനിൽ പ്രിപ്പയർ ചെയ്ത സ്ലൈഡാണ് ഇത്. ഷുഗർ ഓഫ് മിൽക്കാണ്. ഷുഗർ ഓഫ് മിൽക്കിന്റെ ക്രിസ്റ്റൽസും നേരിട്ട് നോക്കിയാൽ ഇതേപോലെ തന്നെ കാണാം. നിങ്ങൾക്ക് അത് വേണ്ടല്ലോ. ഇതെനിക്ക് ഇത് സൈലീഷ്യയുടെ ഒരു വണ്ണം പൊട്ടൻസി നേരിൽ കണ്ടതാണ്. നെക്സ്റ്റ്, 50M ആണ്, സോറി 50M ആണ്. ഇത് ലത്തീഫ് സാറിന്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ പ്ലാന്റിൽ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് ക്രിസ്റ്റൽ സാറിന് 2-3 എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. സാർ മരിക്കുന്നതിനും ഏതാണ്ട് ഒരു 2-3 മാസത്തിന് മുമ്പാണ് ഇത് എനിക്ക് അദ്ദേഹത്തെ കാണിക്കാൻ പറ്റും. ഇതല്ല, മറ്റൊന്നും പ്രത്യേകമായിട്ട്. നെക്സ്റ്റ്, അദ്ദേഹത്തിന്റെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇതുപോലെ വെച്ചാൽ ഇത് പെപ്പറോമിയ പ്ലാന്റിൽ കാണുന്ന ഒരു നോർമൽ ക്രിസ്റ്റലാണ്. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അത് 50M ആണ്, പക്ഷേ ഇതൊരു നോർമലാണ്. ഇത് സാറിന്റെ കാണിച്ച ഈ അരികൊന്നും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തതിന്. അതാണ് ഞാൻ എടുത്ത് കാണിക്കാൻ. ഈ ക്രിസ്റ്റൽസ് ഇങ്ങനെ അരികെല്ലാം ഇതായിട്ട് എനിക്ക് എന്റെ സാധാരണ സ്റ്റഡിയിൽ ഞാൻ കണ്ടിട്ടില്ല. നെക്സ്റ്റ്, നോർമലിലൊന്നും ഇങ്ങനെ വരില്ല. ഈ അരിക് ഇത് ഒരു അതുപോലുള്ള ഒന്നാണ്. നെക്സ്റ്റ്, സാറിന്റെ പ്രിപ്പറേഷനാണ്. നെക്സ്റ്റ്, ഇത് സാറിന്റെ പ്രിപ്പറേഷൻ. അതുകൊണ്ട് അരിക് കണ്ടോ, ക്ലാരിറ്റി നല്ലതുണ്ടായിരിക്കും. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ മുളക് ഒന്നുകൂടെ കാണിക്കും ഡോക്ടറെ, ബാക്കിലിട്ട്. ഇത് ഒരുപാട് വർഷങ്ങൾ മറ്റേ ബോൺസായി പോലെ നിൽക്കുന്ന ഒരു മുളകാണ്. അതിനെ ഞാൻ അപ്ലൈ ചെയ്തത് ഒരു സൊല്യൂഷനാണ്. അതായത് ഈ ഒരു അല്പം പ്രോട്ടീനും ആഴ്സനിക്കും എല്ലാം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്തപ്പോൾ പെട്ടെന്ന് വളരുകയും ശരിക്കും പഴയതുപോലെ ആക്കുകയും ചെയ്തു. ആഴ്സനിക്കാണ് ഇതിനെ ചെയ്തത്, സൈലീഷ്യ. നെക്സ്റ്റ്, ഇത് എന്നെ ഇപ്പോഴും എന്റെ ഒരു വലിയ റിസർച്ച് പേപ്പർ ഞാൻ ഇപ്പോൾ കൊടുത്ത് ഇന്റർനാഷണൽ ആയിട്ട് അത് പബ്ലിഷ് ചെയ്തു. അത് ജേർണലിൽ വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി കൊടുത്താണ്. ഇത് ആന്റിമണിയാണ്. സുറുമ ഇതിൽ ആന്റിമണി ഉണ്ടല്ലോ. അങ്ങനെ ആന്റിമണി എന്ന് പറഞ്ഞ സാധനം കുറച്ച് പൊടിച്ചതിനെ ഇട്ടിട്ട് ഒരു പ്ലാന്റിൽ കണ്ടതാണ്. ഇത് നമ്മളിപ്പോ ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ആ മൃഗ ഡോക്ടർ സലീമോ അദ്ദേഹത്തിന് ഒരിക്കൽ പറഞ്ഞു ആന്റിൻ ടാർട്ട് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആന്റിൻ ടാർട്ട് അല്ല പൂക്കൾ ഉണ്ടാക്കുന്നത്. ആന്റിൻ ടാർട്ട്
ഗ്രിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് തെളിയിക്കാനാണ് ഞാൻ ഈ പിക്ചർ എടുത്തത്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇത് ടൈം കഴിഞ്ഞു. 2010 മുമ്പുള്ളതാണ്. ഞാൻ എന്റെ ഇത് ഉപയോഗിക്കുന്നു. നമുക്ക് ഇനി ഒരു സാധനം നമുക്ക് എനിക്കൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എല്ലാവർക്കും ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ഇനി ക്വസ്റ്റ്യനെയർ ഇല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ട ഡോക്ടർ നമ്പറിലോ അല്ലെങ്കിൽ ഡോക്ടർ ഇനിയും നമുക്ക് ക്ലാസ് എടുക്കാൻ വരും, അപ്പൊ നമുക്ക് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതാണ് ഷുഗർ മിൽക്ക്, എല്ലാവർക്കും കാണാവുന്നതാണ്. ഷുഗർ മിൽക്കാണ് ഇത്. ഗ്ലോബ്യൂൾസ് ഡോക്ടറെ ഒരുപാട് ഞങ്ങൾക്ക് ഇത് ഞാൻ കേൾക്കാനുണ്ട്. നേരത്തെ ഇട്ടിരുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ കേൾക്കാൻ എന്തായാലും വലിയ സന്തോഷമുണ്ട്. കാരണം ലത്തീഫ് സാറ് നമ്മളുടെ ഈ IFPH തുടക്കം മുതൽ ഫസ്റ്റ് ഡേ മുതൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയും നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു തരികയും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തരികയൊക്കെ ചെയ്ത ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മളിൽ നിന്ന് ആരും പോകുന്നില്ല. മറ്റുള്ളവരുടെ വാക്കുകളിൽ കൂടെയും മറ്റുള്ളവരുടെ മനസ്സിലുമൊക്കെ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. സാറ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് റിസർച്ച് നടത്തുകയും സാറിന്റെ ഒരുപാട് പേരിലേക്ക് അത് പകരുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് മഷ്റൂഖ് ഡോക്ടറും വന്ന് ഇവിടെ ഇരുന്ന് ലത്തീഫ് സാറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികളും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളും ആ കാര്യങ്ങളിൽ കൂടെ നമ്മൾ എപ്പോഴും ജീവിക്കും. അതിലും ലത്തീഫ് സാറിന്റെ പേര് ഇവിടെ എടുത്ത് അദ്ദേഹം പറയുകയും സംസാരിക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞങ്ങൾക്ക് ഒരുപാട് ഡോക്ടർ മഷ്റൂഖിനെ ഞങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം എന്താ പറഞ്ഞാല് ഞങ്ങളെ പോലുള്ളവരൊന്നും പരീക്ഷിച്ച് നോക്കാത്ത ഒരു ഫീൽഡാണ്. എനിക്ക് തോന്നുന്നു ചെടികളോട് കുറച്ച് പ്രണയം കൂടെ വേണം ഇതിന് ഈ രീതിയിൽ പോകാൻ. ഞാൻ പറഞ്ഞത് സ്നേഹം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, പ്രണയം വേണം. ചെടികളോട് കുറച്ച് പ്രണയം വേണം, എന്നാലേ പറ്റത്തുള്ളൂ. സംസാരിക്കാനും നമ്മോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്യും. അതെ അതെ അതെ. പിന്നെ കുറച്ച് ക്ഷമ, ഡെഡിക്കേഷൻ, ഇതെല്ലാം വേണ്ട ഒരു ഫീൽഡാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും വീണ്ടും ഒരുപാട് ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. വന്നതിനും ക്ലാസ് എടുത്തു തന്നതിനും ഒക്കെ. നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് ഒരുപാട് റഷ് ചെയ്ത പോലെ തോന്നി. ഇനി നമുക്ക് വീണ്ടും ഉള്ള ക്ലാസ്സുകളിൽ ഓരോരോ കാര്യങ്ങൾ മാത്രം പതുക്കെ, അതായത് ഞങ്ങൾക്ക് ഡോക്ടർക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ട് എളുപ്പമായിരിക്കും പറയുമ്പോൾ, കേൾക്കുന്ന ഞങ്ങൾക്ക് ഇത് പുതിയതാണ്. അപ്പോൾ കുറച്ചും കൂടെ പതുക്കെ ഓരോരോ കാര്യമായിട്ട് നമുക്ക് വീണ്ടും ഒരുപാട് ക്ലാസ്സുകൾ ഇനി ഞങ്ങൾക്ക് എടുത്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും ശുഭരാത്രി, ഹാപ്പി വിഷു. നമ്മൾ മീറ്റിംഗ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു. ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഡോക്ടർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, എന്നാലേ ഞാനപ്പോൾ മീറ്റിംഗ് എൻഡ് ചെയ്യുവാണേ. ബൈ.